بسم الله الرحمن الرحيم. ألهاكم ويل لكل همزة لمزة الذي جمع مالا وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع للأفئدة إنها عليهم مؤصدة في أمد ممددة. صدق الله العظيم. സഹോദരന്മാരെ, സൂറത്തുൽ ഹുമസയാണ് ഓതി വെച്ചത്. ഹിജർക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്ത് കൂടി. തീർത്തും സ്വഭാവപരമായ ഒരു കാര്യത്തെപ്പറ്റി മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്തത്. ആശയം പറയാം. വൈലുൻ ലിക്കുല്ലി ഹുമസത്തിന് ലുമസ. വൈലുൻ നാശമാണ്, ലിക്കുല്ലി എല്ലാവർക്കും, ഹുമസ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കുത്തുവാക്കുകൾ പറയുന്ന എല്ലാവർക്കും, ലുമസ ആളുകളെ കുറവാക്കുകയും ചെയ്യുന്ന, ആളുകളെ കുറവാക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും നാശമാകുന്നു. അല്ലതി അവൻ ജമാ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, മാലൻ ധനം, വഅദ്ദദഹു അവനത് എണ്ണിക്കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. ധനം സ്വരൂപിക്കുകയും അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്തവനാണവൻ. യഹ്സബു അവൻ വിചാരിക്കുന്നത്, അന്ന മാലഹു അവന്റെ ധനം, അഖ്ലദഹു അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്നാണ് അവൻ കരുതുന്നത്. ചെല്ല, അങ്ങനെ വേണ്ട. യുമ്പതന്നെ അവൻ എറിയപ്പെടും, ഫിൽ ഹുതമ ഹുതമയിൽ എറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ, ഹുതമ എന്താണെന്ന് മനസ്സിലായോ? നാറുല്ലാഹിൽ മൂഖദ, കത്തിയെരിയുന്ന തീയാണത്, അള്ളാഹു നിശ്ചയിച്ച തീയ്. അല്ലത്തെ തത്തലു അത് എത്തിനോക്കും, പാളി നോക്കും ആ തീയ്. അലൽ അഫിദ ഹൃദയങ്ങളിൽ എത്തിനോക്കും. ഇന്നഹ ആ തീയ് അലയും അവർക്ക് മേൽ മുസദ അടച്ചുപൂട്ടപ്പെട്ടതാണ്. ഫി അമദി മുമദ്ദദ നീട്ടി നിർത്തിയ തൂണുകളിൽ, നീളമുള്ള തൂണുകളിൽ. എന്താന്ന് വെച്ചാൽ ഒരു സ്വഭാവപരമായ ഒരു കാര്യത്തെപ്പറ്റി മാത്രം, എന്നിട്ട് അവർക്കുണ്ടാകുന്ന ശിക്ഷയെപ്പറ്റി അള്ളാഹു താക്കീത് നൽകുകയും ചെയ്യുന്നു. അത്ര മാത്രമേ ഈ സൂറത്തിൽ ഉള്ളടക്കുള്ളൂ. പറയുന്ന ആശയം വെറുതെ മലയാളം കേട്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുത്തുവാക്കുകൾ പറയുകയും മറ്റുള്ളവരെ കുറവാക്കുകയും ചെയ്യുന്നവർക്കെല്ലാം നാശം. ധനം ഒരുമിച്ച് കൂട്ടുകയും അതെണ്ണിക്കണക്കാക്കുകയും ചെയ്തവനാണവൻ. അവൻ വിചാരിക്കുന്നത് അവന്റെ ധനം കൊണ്ട് അവൻ ശാശ്വതനായി ഇവിടെ ജീവിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ വേണ്ട. അവൻ ഹുതമയിൽ എറിയപ്പെടും. ഹുതമ എന്താണെന്ന് മനസ്സിലായോ? അത് കത്തിയെരിയുന്ന അള്ളാഹുവിന്റെ തീയാണത്. അത് ഹൃദയങ്ങളിൽ, മനസ്സുകളിലാണ്, ഹൃദയങ്ങളിൽ എത്തി നോക്കുമാ തീ. അത് അവർക്ക് മേൽ അടച്ചുമൂട്ടപ്പെട്ടതാണ്, നാട്ടി നിർത്തിയ തൂണുകളിൽ. നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവനാണ് എന്നർത്ഥം. വയല് നമ്മുടെ നേരത്തെ സൂറത്തുൽ മാവൂൽ പഠിച്ചപ്പോഴും വന്നതാണ്. വൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞുകൊണ്ട് വൈൽ എന്ന വാക്ക് നാശം എന്ന അർത്ഥത്തിനാണ് അറബിയിൽ വൈൽ ഉപയോഗിക്കാറ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ഉപയോഗിച്ച് കാണാം. വൈലും യൗമയിദിനിൽ മുകദ്ദിബീൻ, നിഷേധികൾക്കന്ന് നാശം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മേലെ വരുന്നൊരു സൂറത്തിൽ അത് ആവർത്തിച്ച് പറഞ്ഞതായി കാണാം. അപ്പൊ നാശം നമുക്ക് എല്ലാവർക്കും അറിയുന്ന അർത്ഥമാണ്. ഒരു കാര്യത്തെപ്പറ്റി ഖുർആൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിൽ നാശം എന്ന് ഉപയോഗിച്ചാൽ ആ കാര്യം മോശമാണ്, ചെയ്തുകൂടാത്തതാണെന്ന് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പൊ വയലുൻ നാശം സംഭവിക്കുന്നു, നാശമാണ്. ആർക്ക്? ലിക്കുല്ലി ഹുമസ, ഹുമസക്കാർക്കും ലുമസക്കാർക്കും. ഈ സൂറത്തിന്റെ പേര് തന്നെ ഹുമസ എന്നാണ്. ഹുമസ എന്ന വാക്കിന്റെ മലയാള പരിഭാഷ കുത്തുവാക്കുകൾ പറയുന്നവരെന്നാണ് സാധാരണ മലയാളം പറയാറ്. കുത്തുവാക്ക് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആളുകളെ മനസ്സ് വേദനിപ്പിക്കുന്ന, ആളുകളെ മനസ്സിൽ തറക്കുന്ന, കൊള്ളുന്ന, മനസ്സിൽ തറക്കുന്ന വാക്കുകൾ പറയുക, അങ്ങനെ ആളുകളെ വേദനിപ്പിക്കുക, അത് ചെയ്യുക എന്നാണ്, അത് ചെയ്യുന്നവർ എന്നാണ് ഹുമസ എന്ന വാക്കിന്റെ അർത്ഥം. ലുമസ അതിട്ട് ഇത്തിരി ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ, വളരെ അടുത്ത വാക്കുകളാണ്. ലുമസ അത് കുറവാക്കുക എന്നാണ്, അഴിവാക്കുക എന്നാണ്. അന്യരെ, മറ്റുള്ള ആളുകളെ കുറവാക്കുന്നവർ എന്നാണ് ലുമസ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ തൽമിസു ബിൽ അൽഖാബ് എന്നൊക്കെ ഖുർആനിൽ വേറെ സ്ഥലത്തും പറഞ്ഞു കാണാം. അപ്പോ മറ്റുള്ള ആളുകളെ പറ്റി കുത്തുവാക്കുകൾ പറയുകയും മറ്റുള്ള ആളുകളെ പറ്റി അവരെ കുറവാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമാകുന്നു. ഈ സൂറത്ത് ഹിജറയുടെ മുമ്പാണ് അവതരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെപ്പറ്റിയാണ് ഹിജറയുടെ മുമ്പുള്ള ആ സാഹചര്യങ്ങളിൽ വചനങ്ങൾ ഇറങ്ങുന്നത്.
ഈ ഇറങ്ങുന്ന സാഹചര്യത്തില് മക്കയില് ഈ ജാതി സ്വഭാവ ഗുണങ്ങളെപ്പറ്റി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എല്ലാ സ്വഭാവങ്ങളും ദുഷിച്ചവർ എന്ന് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞുകൂടാ. കാരണം പൊതുവെ കുറെ നല്ല സ്വഭാവങ്ങൾ അവരടുത്തുണ്ടായിരുന്നു. പക്ഷെ ഈ ജാതി കാര്യങ്ങളിലൊക്കെ അവർ വളരെ മുൻപന്തിയിലുമായിരുന്നു. കുത്തുവാക്കുകൾ പറയാ, കുറവാക്കുക എന്ന് ചെവിന്ന് പറയുന്ന കാര്യങ്ങളില്ല. ചില കാര്യങ്ങളിൽ അവർ മുൻപന്തിയിലായിരുന്നു പറയാൻ കാരണം ആതിഥ്യ മര്യാദ, അതിഥികളെ സൽക്കരിക്കുക, വാക്ക് പാലിക്കുക തുടങ്ങിയുള്ള കുറെ കാര്യങ്ങളിലൊക്കെ ജാഹിലിയ്യ അറബികൾ വളരെ മുൻപന്തിയിലായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. അത് അംഗീകരിക്കപ്പെട്ടതായി കാണുന്നുണ്ട്. വെച്ചാൽ റസൂലിന്റെ വചനങ്ങളിലൊക്കെ അതെടുത്തു പറഞ്ഞ് സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോ അതൊഴിച്ച് ബാക്കി ഈ ജാതി പെരുമാറ്റങ്ങൾ, ഏത് ജാതി പെരുമാറ്റങ്ങള്, മറ്റുള്ള ആളുകളെപ്പറ്റി മോശമായ വാക്കുകൾ പറയുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും പറയാൻ ആരുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ലാതൊരു കാലഘട്ടത്തിലുമാണ് ഖുർആൻ ഈ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ കാലത്തേക്ക് തന്നെ തിരിച്ചു പോവാം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതിന്റെ താഴെ ഭാഗത്ത് പറയുന്ന ആയത്തോട് ശ്രദ്ധിക്കൂ. ആരാണ് ഇത് ചെയ്യുന്നവര്? അല്ലത് ജമാ മാലം ബാധ്യത, ധനം പണം ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്തവരാണ് അവര്. ഈ ആയത്തിറങ്ങുന്ന സാഹചര്യത്തില് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കി നേതാക്കൾ, റസൂലിനെ എതിർക്കുന്ന മുശ്രിക്കുകളുടെ നേതാക്കളൊക്കെ ഈ പറയുന്ന വിശേഷണത്തിന് അർഹരായിരുന്നു. കാരണം ആഢ്യന്മാരും കുറേശികളുമായി സമ്പന്നന്മാരുമായി കഴിഞ്ഞിരുന്ന അവര് ആ നാട്ടിൽ ജീവിക്കുന്ന സാധുക്കളായ ദരിദ്രന്മാരായ ആഢ്യത്വമൊന്നും അവകാശപ്പെടാനില്ലാത്ത ആളുകളെ തരത്തിന് സമയം കിട്ടുമ്പോഴൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ആളുകളെ അപമാനിക്കുകയും വഷളാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ പരിഹാസത്തിന് പാത്രമായി തീരുന്നവര്, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നവര്, അതുപോലെ തന്നെ പിന്നെ കുറവാക്കുന്നതിന് അപമാനിക്കപ്പെടുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ആ മക്കയിൽ ജീവിക്കുന്ന സാധുക്കളും കഷ്ടപ്പെടുന്നവരുമായ ആളുകളാണ് പൊതുവെ. ഈ പണി ചെയ്യുന്നവരാരാണെന്ന് ചോദിച്ചാലോ നാട്ടിലെ പ്രമാണിമാരും. ആ സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു ആയത്തിറക്കുന്നത്. വൈലുൻ ലികുല്ലി ഹുമസിൻ ലുമസ അല്ലദീ ജമാഅ മാലൻ ബാധിത. പണം സ്വരൂപിച്ച് ആ പണം എണ്ണിക്കണക്കാക്കി ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്കാരെ കുത്തുവാക്കുകൾ പറയുകയും ആളുകളെ കുറവാക്കുകയും ചെയ്യുന്ന സകലർക്കും നാശമാണടാ, എല്ലാവർക്കും നാശമാണ് വരാനിരിക്കുന്നത്. എന്നുവെച്ചാൽ യാതൊരു വിലയും ആ നാട്ടിൽ അവർക്കുണ്ടായിരുന്ന നാട്ടുമൂപ്പന്മാർക്കുണ്ടായിരുന്ന ഒരു വിലയും കൽപ്പിക്കാതെ അവരോട് ചെയ്തുകൊണ്ടിരുന്ന ഒരു തോന്നിയാസത്തെ പരസ്യമായി എതിർക്കാൻ ധൈര്യം കാണിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നതർത്ഥം. അള്ളാഹു ധൈര്യം കാണിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ ആയത്ത് അവതരിപ്പിക്കുന്നതോടുകൂടി തുറന്നടിച്ച് പറയാണ് ഖുർആൻ. ഒരു സ്കോപ്പിംഗ് ഈ ആയത്ത് ശരിക്കും പോയി കൊള്ളുന്നത് ആർക്കാന്നറിയാം? ആ സന്ദർഭത്തിൽ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ മൂപ്പന്മാർക്കാ. പക്ഷെ അവരൊന്നും മൊഞ്ചാക്കി നിർത്തിയൊന്നും സോപ്പാക്കി നിർത്താനല്ല ഖുർആന്റെ ശ്രമം. അവരിൽ കാണുന്ന തെറ്റ് അത് തെറ്റാണെന്ന് തന്നെ തുറന്നു പറയാനും അവർക്ക് നാശം സംഭവിക്കാനുണ്ട് എന്ന് അവരെ തുറന്നടിച്ചറിയിക്കുകയും ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാകുന്ന എന്താ? ഖുർആൻ ആയത്തിറങ്ങി എന്താ പറഞ്ഞത്? എടാ, ഈ കുത്തുവാക്കുകളൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, ആളെ കുറവാക്കുന്നവര്, പണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ആളെ പിന്നാലെ നടന്നിട്ട് കുത്തുവാക്കും പറഞ്ഞ് നടക്കുന്നവൻ, അവർക്കൊക്കെ നാശം എന്നാണല്ലോ അള്ളാഹു പറയുന്നത്. സമാധാനമല്ലോ, ഇവർക്കൊക്കെ നാശം വരില്ലേ? ഈ പരിഹാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രം അനുഭവിച്ച ആ നാട്ടിലെ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ മർദ്ദിതരായ കഷ്ടപ്പെടുന്നവരായ ആളുകൾക്ക് വളരെ മനസ്സമാധാനം നൽകുന്ന ഒരു വാക്കായി. അതോടൊപ്പം തന്നെ ഖുർആൻ വേറൊരു കാര്യം കൂടി പറയാൻ ഖുർആന്റെ ആ ശൈലി ഖുർആൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെ നന്മതിന്മകൾ തീരുമാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ പുണ്യം പാപം തീരുമാനിക്കുന്നിടത്ത് ആളെ വില ഇവിടെ പ്രശ്നമല്ല. ഖുർആന്റെ സമീപനതാണല്ലോ ഇസ്ലാമിന്റെ സമീപനതാണ് നമ്മൾ പഠിച്ചത്. ഒരു കാര്യം ആര് ചെയ്താലും തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ. അത് ആരെങ്കിലും ചെയ്താൽ തെറ്റും വേറെ കൂട്ടർ ചെയ്താൽ പുണ്യമാവുന്നില്ല. ഖുർആൻ സുബഹിക്ക് തന്നെ ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് തന്നെ ആ ശീലം ഖുർആൻ എടുത്ത് കാണിച്ചു. തെറ്റ് നിങ്ങൾ ചെയ്താലും തെറ്റ് തന്നെ, അത് നിങ്ങളെടുത്ത് കാണുന്ന തെറ്റിനെ ആദ്യം പറയട്ടെ. ഞാൻ എന്തിനാണ് ആ ഭാഷ ആദ്യം പറഞ്ഞതെന്നറിയും? ഈ ശൈലിയാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ആളുകളെ ആകർഷിക്കാൻ കാരണമായ കാരണങ്ങളിൽ ഒന്ന്. കാരണം ഇതാരാണിപ്പോ മക്ക മുശ്രിക്കുകൾ ഇങ്ങനെ കാണിക്കുന്ന ഈ നേതാക്കന്മാര് കാണിക്കുന്ന ഈ തോന്നിയാസത്തിന് എതിർക്കാൻ ധൈര്യമുള്ളവൻ ആരാ നാട്ടില്? ആരുമില്ല. ചിലർക്കൊക്കെ മനസ്സ് തോന്നും, പക്ഷെ എങ്ങനെ പറയാം? ഖുറൈശി മൂപ്പന്മാരും നാട്ടുപ്രമാണിമാരുമാണ് ഈ തോന്നിയാസം ചെയ്യുന്നത്, ആളുകളെ കുറവാക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്നവര്.
കേട്ട് നിൽക്കുക എന്നല്ലാതെ ഒന്നും മറുത്തു പറയാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ സഹിച്ചു പോരാണ് കൊല്ലങ്ങളായിട്ട് അവര്. ആർക്കും എതിർക്കാൻ ധൈര്യമില്ല. ആരാ എതിർക്കുക? ആ ഒരു സാഹചര്യത്തിലാണ് ഖുർആൻ കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിക്കൊടുക്കുന്നത്. സഹാബികളാണ് ഓതി നടക്കുന്നത്. എടോ, ഈ ജാതി പണി നടക്കുന്ന വമ്പന്മാരെ നാശാനടാ നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ധൈര്യല്ലേ, അത് തുറന്നു പറയാൻ കാണിച്ച ആ ധൈര്യം അതിലൂടെ കിട്ടിയ, കഷ്ടപ്പെടുന്നവർക്ക് കിട്ടിയ മനസ്സമാധാനം, അതാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരെ ഇസ്ലാമിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. നിങ്ങൾ ആ ചരിത്രം പരിശോധിച്ച് നോക്കൂ. ധനികന്മാരും സമ്പന്നന്മാരുമായ ആളുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും വന്നിരുന്നത് ആരായിരുന്നു? കഷ്ടപ്പെടുന്നവരും സാധുക്കളുമായ ആൾക്കാരായിരുന്നു. കാരണം അവരിങ്ങനെ നബിനെങ്ങനെ നോക്കിയപ്പോൾ കണ്ട, ഇയാള് തരക്കെടില്ല, മഹാൻ തന്നെ. ഇദ്ദേഹം ഈ നാട്ടിലെ ഈ കൊമ്പന്മാര് ചെയ്ത തോന്നിയാസത്തിന് എതിർക്കാൻ ഒരു ആൺകുട്ടി ഈ നാട്ടിലില്ലായിരുന്നല്ലോ. ഇദ്ദേഹം വന്നിട്ട് അധികകാലമായില്ലല്ലോ നബിയായിട്ട്. അപ്പോഴേക്ക് പരസ്യമായി അതിനെ എതിർക്കാൻ തുടങ്ങിയല്ലോ. അതൊക്കെ തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിച്ചല്ലോ. ആട്ടെ, ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിലാണ്. ഇതൊക്കെ എതിർക്കണം എന്ന് ഞങ്ങൾക്ക് മുമ്പ് തോന്നിയില്ല. പക്ഷെ ഒരാണ് വേണ്ട നാട്ടിൽ ഇത് ചോദ്യം ചെയ്യാൻ. അതുകൊണ്ട് അതാണിത് ചോദ്യം ചെയ്യാൻ വന്ന ആൾ നിങ്ങളാണില്ലേ, എന്നാ ശരി, ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിലാ. അവരെ വികാരം അങ്ങട്ടാ പോയത്. അതെന്നെ ഖുർആനും ചെയ്തത്. ആ വചനങ്ങളാണ്ട് കൊടുത്തപ്പോ, ആ ആയത്തുകളാണ്ട് ഇറങ്ങിയപ്പോ, മുമ്പ് നമ്മള് പറഞ്ഞില്ലേ അബൂലഹബിന്റെ പറ്റി ആയത്തൊക്കെ ഇറങ്ങിയ മാതിരിയുള്ള സാഹചര്യം ഉണ്ടായി സാധുക്കളായ സാഹിബികൾക്ക്. ഇത് തരക്കടില്ല, വായിലും നാശാനടാ, ഓതി മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് നാശാണ്. മുമ്പ് പറയാൻ ധൈര്യമില്ലായിരുന്നു. മുമ്പ് തുറന്ന് പറയാൻ ധൈര്യമില്ലായിരുന്നു. ആയത്തിറങ്ങിയപ്പോ ധൈര്യമായി. ഇസ്ലാം നിങ്ങൾക്കൊക്കെ നാശാനടാ ധൈര്യമായി പറയാൻ തുടങ്ങുകയും ചെയ്തു. അതാണ് ഈ ആയത്ത് കൊണ്ട് അവിടെ കിട്ടുന്ന അർത്ഥം. ഈ അവതരിച്ച സന്ദർഭത്തിൽ കിട്ടുന്ന പ്രയോജനമാണ് ഞാൻ പറഞ്ഞത്. ഇത് എതിർക്കാൻ ഖുർആൻ ഇറങ്ങുന്ന സാഹചര്യത്തില് ഈ ജാതി പണികൾ ചെയ്യുന്ന ഒരു വലിയ സമൂഹം ആളുകള്, സമ്പന്നന്മാരായ ആളുകളെല്ലാം തികഞ്ഞ ആളുകൾ വർഷങ്ങളായി ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചോദ്യം ചെയ്യാൻ ആരോരും ആ മക്കയിലുണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യണമെന്ന് തോന്നിയ സാധുക്കൾക്ക് അതിനുള്ള ആത്മധൈര്യമില്ലായിരുന്നു. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിറങ്ങിയിട്ട് ആ തെറ്റിനെ ചോദ്യം ചെയ്യുന്നത്. എന്നിട്ട് ആ തെറ്റിനെ തിരുത്തുകയും ആ തെറ്റിന് നിങ്ങൾക്ക് നാശം വരുന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചു. അതുകൊണ്ട് കിട്ടിയ പ്രയോജനം സാധുക്കളായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാനത് കാരണമായി തീരുകയും ചെയ്തു. അത് അന്ന് കിട്ടിയ പ്രയോജനം. പക്ഷെ അവർക്ക് മാത്രമല്ല, നമുക്ക് കിട്ടാനുള്ള ആശയം എന്തായാലും കിട്ടാനുള്ളത്. പുമസ എന്ന വാക്കിന് ഞാൻ അർത്ഥം പറഞ്ഞു, കുത്തുവാക്കുകൾ പറയുന്നവരെന്നാണ്. എന്താണ് കുത്തുവാക്കുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ വാക്കുകൊണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ട്, മനസ്സിലാക്കിയതാണ് കുത്തുവാക്കുകൾ. രണ്ട് പണികൾ. ഒന്ന്, കുത്തുവാക്കുകൾ പറയുന്ന സാഹചര്യം എപ്പോഴുണ്ടാവാറ് അത് മറ്റൊരുത്തരെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വാക്ക്. കുത്തുവാക്കുകൾ പറയുന്ന സാഹചര്യം എപ്പോഴുണ്ടാവാറ് അത് മറ്റൊരുത്തരെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളാണ് കുത്തുവാക്കുകൾ എന്നുകൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കാറ്. നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലാവും, വിശദീകരണം ആവശ്യമില്ല. കാരണം നിശ്ചല്ല അറിയാത്ത പണിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോ കുത്തുവാക്കുകളുടെ അർത്ഥം പൊതുവെ അറിയാം. എന്താണ് ആ കുത്തുവാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് കുത്തുവാക്കായിത്തീരുന്നത്? എന്താണത്? അതിന്റെ ലക്ഷ്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരുത്തനെ മാനസികമായി വിഷമിപ്പിക്കുക, പീഡിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളതിന്റെ കുത്തുവാക്ക് എന്ന് പറഞ്ഞത്. ആ പറഞ്ഞ വാക്ക് പോയിട്ട് നമ്മളെ മനസ്സിൽ കണ്ട് തട്ടിയിട്ട് നമ്മളെ മാനസികമായി വേദനിപ്പിക്കുന്നു. നേരെ ശരീരത്തിൽ വേദന ഒന്നും ഉണ്ടാക്കുന്നില്ല, മനസ്സിനെ വേദനിപ്പിക്കുന്നു. അപ്പൊ അന്യരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവർ, ഇതാണ് കുത്തുവാക്ക് പറയുന്നവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്യരുടെ, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുക, ആ ഉദ്ദേശം വെച്ചുകൊണ്ട് അങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാ, ഇത് പറയുന്നവർ നാം. ആരാണ് ഇത് സ്വാഭാവികം? എന്റെ മനഃശാസ്ത്രമായ വശം ആരായി പണി സാധാരണ ചെയ്യാറ്? അതൊരിച്ചിരി ആനന്ദം ഉണ്ടാവും ഇതിൽ. പിന്നെ മറ്റുള്ളവരുടെ വിഷമം അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു ഇച്ചിരി ആനന്ദമല്ലേ, ആ ആനന്ദം അനുഭവിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് പൊതുവെ ഇത് പറയാറ്. അത് പൊതുവെ അന്വേഷിച്ച് നോക്കിയാൽ അറിയും. ഇതെവിടൊക്കെ കാണുക? നമ്മൾ സാധാരണ ഇത്തരം ആയത്തുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയാല് അത് കൂട്ടുകാർ തമ്മിലുള്ള സംസാരത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ട് അവിടെ മാത്രമാണ് ഇതെന്ന് അർത്ഥം മനസ്സിലാക്കി വെക്കാറ് ധാരണയിൽ. ഈ കുത്തുവാക്ക് പറയാന്നൊക്കെ ഉള്ളത് ആര് തമ്മിലല്ലാത്തത്? വീട്ടിന്റെ അന്തരീക്ഷം നോക്കൂ നിങ്ങൾ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരം വാക്കുകൾ പറയാറുണ്ട്. ഭാര്യയെ വേദനിപ്പിക്കാൻ, മാനസികമായി വേദനിപ്പിക്കാൻ ഭർത്താവ് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എന്താണെന്നറിയോ? കുത്തുവാക്കുകളാവും. എന്ത് കുത്തുവാക്കുകൾ? ഒന്നുകിൽ
ഭാര്യ മുമ്പ് പറഞ്ഞ ഏതെങ്കിലും അബദ്ധങ്ങളായ വാക്കുകൾ എടുത്ത് പറയാം, അല്ലെങ്കിൽ അവളെ വാപ്പാനെ പറ്റി നാട്ടിലുള്ള എന്തെങ്കിലും മോശമായി നിൽക്കുന്ന ഏതെങ്കിലും വാക്കുകൾ എടുത്ത് പറയാം, അല്ലെങ്കിൽ അവരുടെ തറവാട്ടിനെ പറ്റി നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് പറയാം. ഇതുപോലത്തെ വാക്കുകളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഭാര്യ മാനസികമായി ആകെ തളർന്ന് ആകെ വേദനിച്ചുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ന്യായം പറഞ്ഞ് ഭാര്യയെ അമർത്താൻ കഴിയാത്ത ഭർത്താക്കന്മാർ ഒടുവിൽ കണ്ടെത്തുന്ന മാർഗം ഇതാണ്: അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആൾക്കാരല്ലേ എന്ന് പറയുന്ന സാഹചര്യം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു വാക്ക് പറയട്ടെ, അത് മാതൃകയാക്കാനല്ല, പിന്നെ അത് പറയട്ടെ. ഏതോ ഒരു കുടുംബക്കാര് മുമ്പെന്നോ കാലത്ത് കല്യാണത്തിന് ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി. എന്നിട്ട് വിളിച്ചതിനേക്കാളേറെ ആളായപ്പോ ഭക്ഷണം തികഞ്ഞില്ല. അങ്ങനെ വന്നപ്പോ മുമ്പൊക്കെ അപകടത്തിനെ കുറിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കലുണ്ടായിരുന്നു, കൂട്ടബാങ്ക് കൊടുക്കലുണ്ട്. അങ്ങനെ ഇവര് കല്യാണ സ്ഥലത്ത് നിന്ന് കൂട്ടബാങ്ക് കൊടുത്തു എന്നാ. കൂട്ടബാങ്ക് എല്ലാവരും കൂടി കൊടുത്തപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ഇത് അപകടമാണെന്ന്, എല്ലാവരും പിരിഞ്ഞുപോയി എന്നാണ് കഥ. ഇത് ഒരു കുടുംബക്കാര് ചെയ്തതാണ്. ഇപ്പോഴും ഞങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ കാരണം ഇപ്പോഴും സാധാരണ അങ്ങാടി നിന്നൊക്കെ സംസാരം നടക്കുമ്പോ ആ കുടുംബക്കാരോട് വേറുള്ളവർ പറഞ്ഞു, ആ കൂട്ടാൻ കൊടുത്ത ആൾക്കാരല്ലേ, കൂട്ടവാങ്ക് കൊടുത്ത ആൾക്കാരല്ലേ എന്ന് പറയുന്നതാണ്. ഇതെന്താണ് ഈ കൂട്ടവാങ്കിന്റെ കഥ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇത് സ്കൂളിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം കാണും, ഈ കുടുംബക്കാർ കുട്ടികൾ പരസ്പരം പറയാം, ആ കൂട്ടവാങ്ക് കൊടുത്തവരല്ലേ നിങ്ങള് എന്ന് പറയുന്നു. ഇതാണ് ശൈലി കുത്തുവാക്കിന്റെ. ഇവന്റെ ഏതോ പാപ്പ ഏതോ അബദ്ധം ചെയ്താണ് ഇപ്പത്. അതിങ്ങനെ പറഞ്ഞിട്ട് ഇവരെ ആകെ മാനസികമായി വേദനിപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടി തളർത്താനും വേണ്ടി അതിങ്ങനെ പിന്നാലെ വരിക. അങ്ങനെ കുറെ വാക്കുകൾ ഏത് നാട്ടിലല്ലാത്ത നിങ്ങൾ ആലോചിച്ചു നോക്കും, ജാതി വാക്കുകൾ. നാട്ടിൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. മനുഷ്യന്മാരോരോ അബദ്ധങ്ങൾ ചെയ്തു വെക്കും, ആരെങ്കിലുമൊക്കെ എല്ലാവർക്കും വരുമല്ലോ. ആ അബദ്ധങ്ങൾ നാട്ടിൽ പ്രചരിക്കുകയും പിന്നീട് തലമുറകൾ കൈമാറി അവരങ്ങനത്തവരാ എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. അതാണ് കുത്തുവാക്കുകൾ ഉദ്ദേശിക്കുന്നത്. അത് വീട്ടിൽ ഞാൻ പറഞ്ഞത് കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഭാര്യയോട് അത്തരം ഒരു സംസാരം പ്രയോഗിച്ചാല് നമ്മൾ ഈ ആയത്തിന്റെ പരിധിയിൽ വിടുവോ? സാധാരണ ഉണ്ടായാലും എന്താ അറിയോ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇത് നമ്മൾ കണക്കാക്കില്ല, മാതാപിതാക്കളുടെ പ്രശ്നത്തിൽ നമ്മളിത് കണക്കാക്കില്ല. നമ്മൾ ഈ ആയത്തിന്റെ അർത്ഥം ആകെ കൊണ്ടുവച്ചിരിക്കുന്നത് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നിടത്തും പുറത്ത് സംസാരിക്കുന്നിടത്തും മാത്രമാണ്. ഹുമസ എന്ന് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് അവസരത്തിലാണ്? ഇപ്പൊ ഭാര്യമാരോട് അങ്ങനെ പറയാൻ പാടില്ല. അത്തരം കുത്തുവാക്കുകൾ അവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൂടാന്നാണ്. അത് ഖുർആൻ ഒരുപാട് ഹദീസുകളിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോ ഭാര്യയുടെ വക്കിലുണ്ടായ എന്തെങ്കിലും ഒരു അബദ്ധം അല്ലെങ്കിൽ മുമ്പ് തെറ്റിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ ഭാര്യ ഏതോ ഒരു സന്ദർഭത്തിൽ നമ്മുടെ അടുത്ത് തെറ്റിപ്പോയിട്ടുണ്ടാവും. പിന്നെ ഏതോ സന്ദർഭത്തിൽ അവൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യമായി സംസാരിച്ച് നമുക്ക് വെറുപ്പ്, ഈ മുമ്പൊരിക്കൽ പോയതല്ലേ, ഒന്നും കൂടി നമ്മൾ വേറൊന്നും പറഞ്ഞില്ല. ഇത് സത്യത്തിൽ ആ ഭാര്യ എത്രമാത്രമാണ് അവൾക്ക് അതിൽ കുറ്റബോധം തോന്നിയുണ്ടല്ലോ പിന്നെയും തിരിച്ച് നമ്മളിവിടെ താമസിക്കുന്നത്. പക്ഷെ പിന്നെയും നമ്മൾ ഈ ജാതി സംസാരം പറയും, ഈ ജാതി വർത്തമാനങ്ങൾ. അല്ലെങ്കിൽ എന്റെ അവിടൊക്കെ ഇങ്ങനെ എപ്പോഴും ബിരിയാണി തിന്നലാണല്ലോ. നമ്മൾ കൊടുത്ത ഭക്ഷണം മോശമാകുമ്പോഴോ വീട്ടിലെ സാഹചര്യം മോശമാകുമ്പോഴോ ഭാര്യ എന്താണ് ഇപ്പൊ എന്നും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് കിട്ടുന്നൊരു പ്രതികരണം എന്താണെന്നറിയോ? എന്റോടല്ലെങ്കിൽ എന്നും ബിരിയാണി വിളമ്പലാണല്ലോ എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ചൊന്ന് കുത്തിയിട്ട് അവിടെ നിൽക്ക് ഈ പൊന്തല്ലേ എന്ന് പറഞ്ഞൊരു കുത്തൽ കൊടുത്തതാ. പടച്ചോന, എന്റെ പെരയിൽ ഗതിയില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാനിത് കേൾക്കേണ്ടി വന്നത്. എങ്ങട്ടാ ഞാൻ ചാടിക്കളിച്ച് പോണത്? ആപ്പയും മരിച്ച് മീൻ മരിച്ച് എങ്ങോട്ട് പോണ്, പഹയം പറയുന്നത് കേൾക്കല്ലാതെ എന്ന് മനസ്സിൽ വിചാരിച്ച് ഭാര്യയോടെ നിൽക്കുന്നു. കുത്തുവാക്കിന്റെ കോലം നോക്കൂ നിങ്ങൾ. അതുപോലത്തെ വേറൊരു വർത്താനം പറഞ്ഞിട്ട്, എന്റെ വാപ്പ എന്നെ കെട്ടിച്ചപ്പോ കുറെ കോരി തന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് പറയാത്ത ആരാണല്ലോ നിങ്ങളുടെ കൂട്ടത്തില്? പൊതുവെ ഗളിതൊക്കെ പറയുമ്പോ പൊതുവെ ആലോചിച്ച് നോക്കും. എന്തെങ്കിലും ഭാര്യ എന്തെങ്കിലും ഡിമാൻഡുകൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ അവസാനം എല്ലാ ഗതിയും മുട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. അല്ലെങ്കിൽ എന്റെ വാപ്പ പിന്നെ ഭാര്യ കോരി തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ ഈ സ്ത്രീ എത്രമാത്രം നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് കുത്തുവാക്കായി തോന്നില്ല. അതാ അത്ഭുതം. ഇതൊരു കുത്തുവാക്കല്ല നമ്മളെ കണക്കിലിതാ. ഇതൊക്കെ നമുക്ക് പറയാൻ സ്വാതന്ത്ര്യം നിന്നാ. സത്യത്തിൽ എന്താ അർത്ഥം എന്നറിയോ? നമ്മളൊരു വലിയ ത്യാഗം ചെയ്തു എന്ന് എടുത്തു പറയാണ് നമ്മള്. പെണ്ണെ നിന്നെപ്പോലത്തെ ആളുകളെ വിവാഹം കഴിക്കണമെങ്കിൽ ആയിരക്കണക്കിന് ഉറുപ്പികയും പണ്ടവും ഒക്കെ ആയിട്ടാണ് വിവാഹം കഴിക്കാറ്. ഞാനൊരു നല്ല മനുഷ്യൻ, ഞാൻ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നില്ലേ? ആ ത്യാഗല്ലേ നമ്മൾ ചെയ്ത വലിയ ത്യാഗം. അതെടുത്ത് സൂചിപ്പിച്ചുകൊണ്ട് വേദനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ളത്. ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? അവിടേക്കൊക്കെ ഇതിന്റെ ആയത്തിന്റെ അർത്ഥം പോകുന്നില്ലെന്ന് പറയാനാ. ഹുമസ, വേദനിപ്പിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്. ഭാര്യമാരും മോശമാവാറില്ല ഇതിലൊക്കെ. അത് ഭർത്താക്കന്മാർ എങ്ങോട്ടൊക്കെ കുത്തി പറയാറുണ്ട്. ചിലപ്പോൾ അത് പറയേണ്ട സാഹചര്യം സന്ദർഭം നോക്കാതെയും പറയാറുണ്ട്. ചിലപ്പോൾ അതിഥികളുള്ള മുന്നിൽ നിന്നൊക്കെ ചില സ്ത്രീകൾ പറയുന്നത് കാണാം സ്വന്തം ഭർത്താക്കന്മാരെ പറ്റിയൊക്കെ ഈ ജാതി കുത്തുവാക്കുകൾ. അത് കണ്ടാ മനസ്സിലാവും മുമ്പെന്തോ പറഞ്ഞതിന്റെ ബാക്കി പറയുകയാണെന്ന്. മുമ്പെന്തോ പറഞ്ഞതിന്റെ ബാക്കിയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആ ജാതി കുത്തുവാക്കുകൾ പറഞ്ഞുകൂടാ. മക്കളോടോ
മക്കളോട് പാടില്ലല്ലോ പിതാക്കന്മാര് കുത്തുവാക്കുകൾ പറയാൻ പറ്റും. മകനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മക്കളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വാപ്പ മുമ്പ് പറഞ്ഞതൊരിക്കൽ മകൻ കേട്ട് കാണില്ല. അതിന് വാപ്പ പക വെച്ചിട്ട് പിന്നെ ഏതോ സന്ദർഭത്തിൽ മകന്റെ സംസാരത്തിന് മകനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയണോ? ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. നമ്മൾ മാത്രം വേറൊരു കാര്യം കൂടില്ല, നമ്മള് പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും മക്കളോടൊക്കെ എന്തും പറയാ എന്തും ആവാന്നാണല്ലോ പലപ്പോഴും ഉണ്ടാകുന്ന ധാരണ. എന്റെ മോനും ഞാൻ തെച്ച അങ്ങക്ക് എന്താന്നുള്ള നമ്മൾ അല്ലെങ്കിൽ ഒരു ചോദ്യം. എന്റെ മോന് സ്വന്തം മകനെ നായിന്റെ മോനെ നിൽക്കുന്ന ഒരാള് നമ്മള് വളരെ സമാധാനത്തോടെ സ്വന്തം മകന് വാപ്പാ നിങ്ങളെന്റെ എന്റെ വാപ്പ ശരി നിങ്ങളിപ്പോ എന്നെ വിളിച്ചത് നായിന്റെ മോനെ അപ്പൊ നിങ്ങൾ ആരാണ്? ഞാൻ ഇന്നാള് ശരി നോക്ക് നിങ്ങള്. നമ്മൾ അത്ര ശാന്തരാണ് ആ കാര്യത്തില്. അത് മക്കളെ വിളിക്കുന്നിടത്തുണ്ട്. ഞാൻ പറയുന്നത് എന്താ അറിയാം, ചില രക്ഷകർത്താക്കളൊക്കെ മക്കളെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം, അതായത് അവരെ ആരുടെ ജീവിതത്തിലെ മക്കളുടെ പോരായ്മകളെ പറ്റി ആർക്കാ അറിഞ്ഞൂടാത്തത്? രക്ഷകർത്താക്കൾക്ക് മാതാപിതാക്കൾക്ക് ശരിക്കറിയാലോ. അപ്പൊ ആ ഒരു കുട്ടി അവന്റെ കൂട്ടുകാരിടയിൽ അവനൊരു മാന്യനും ഭേദപ്പെട്ടവനായിട്ടൊക്കെ ഇങ്ങനെ കൂട്ടുകാരെ വീട്ടിലേക്ക് കടന്നു വന്ന് നിൽക്കുക. കുട്ടികളെ മെന്റാലിറ്റി ഉണ്ടല്ലോ. ആ സമയത്ത് ഉമ്മ ഇതിപ്പോ വലിയ ആളൊക്കെ ആയിട്ട് ഈ ചീരാപ്പൊലിച്ച് നടന്നിരുന്ന അല്ലെങ്കിൽ തൊഴിലെടുക്കാതെ നടന്നിരുന്ന ആ സമയത്ത് ഇന്നൊരു അപകടം ചെയ്ത് എനിക്കറിയാലോ എന്ന് പറയുന്ന ആ വാക്കില്ലേ, സത്യത്തിൽ ഈ കുട്ടി ആകെ തളരുകയാണ് ഇവന്റെ കൂട്ടുകാരുടെ. മാനസികമായി ഇവൻ തളരുകയാണ്. കാരണം ഇവൻ ഒരു ഭേദപ്പെട്ടവനായി നിൽക്കുന്ന ചിത്രത്തിലാണ് ഉമ്മ അവനെ കുറ്റിയും കൊണ്ട് ഒരു വാക്ക് പറഞ്ഞത് ഉമ്മ ആയതുകൊണ്ട് കുട്ടിയുടെ വേദന തീരൂലോ. നോക്കൂ നിങ്ങൾ, തീരെ ശ്രദ്ധിക്കാതെ സംസാരിക്കാറുണ്ടല്ലോ, തീരെ ശ്രദ്ധിക്കാതെ സംസാരിക്കാറുണ്ട്. അവനൊക്കെ ഇപ്പൊ വലിയ ആളായി, എനിക്കറിയില്ല അവന് എന്ന് പറയുന്ന ഈ ശൈലിയില്ലേ, സ്നേഹത്തിന്റെ സ്വരത്തിൽ പറയുന്ന, രസത്തിന്റെ സ്വരത്തിൽ പറയുന്നതല്ല ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ അങ്ങനെ സംസാരിക്കാറുണ്ട്, അത് രസമാണ്, ഉൾക്കൊള്ളും. ഞാൻ പറയുന്നത് മനഃപൂർവ്വം കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും സംസാരിക്കാറുണ്ട് രക്ഷകർത്താക്കൾ. പറഞ്ഞുകൂടാ. കൂട്ടുകാർ തമ്മിലാണ് പിന്നെ കാര്യമായിട്ടുണ്ടാവാറ്. എന്തിനാണത് പറയാറുള്ളത്? കാര്യമായുള്ളത് സാധാരണ ഒന്നും പറഞ്ഞ് ജയിക്കാൻ കഴിയാതിരിക്കുമ്പോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞ് നേടാൻ കഴിയാതിരിക്കുമ്പോ പിന്നെ കാണുന്ന വശം പിന്നെ കാണുന്ന വശം അവനെ മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെന്താ വഴി? അതിന് തല്ലാൻ കഴിയില്ല. തല്ലാൻ കഴിയണോ പിന്നെ കുറച്ചുനേരം ഉണ്ടാകുന്ന അവസരം കിട്ടുമ്പോൾ തല്ലുകയും ചെയ്യും. ഇത് തല്ലാനും ആവതില്ലാത്തവൻ അവസാനം കണ്ടെത്തുന്ന വഴി എന്താ? സാധാരണഗതിയിൽ അല്ലെങ്കിൽ സാഹചര്യം പറ്റില്ലെങ്കിൽ പിന്നെ പറയും ഇതുപോലത്തെ എന്തെങ്കിലും വാക്കുകൾ പറയില്ല. എന്നിട്ട് മറ്റേ ആൾ ആകെ തളർത്തിയിരുത്തുന്ന ഒരു സ്വഭാവം കാണാം. കുത്തുവാക്കുകൾ, ശരീരത്തിൽ കൊള്ളുന്ന വാക്കുകൾ. അത് ഞാനീ പറഞ്ഞ മാതിരി ഉണ്ടാവും. ഞാൻ ചെയ്തൊരു തെറ്റിനെ പറ്റി നിങ്ങൾക്കറിയാൻ വെക്കുക, മുമ്പ് ഞാനൊരു കള്ളു കുടിച്ചതിനെ പറ്റി നിങ്ങൾക്കറിയാൻ നിൽക്കുക, നിങ്ങൾക്ക് ആരും അറിയാൻ നിൽക്കുക. അങ്ങനെ വേറെ ആരും അറിയില്ല നോക്കൂ. നമ്മൾ ആരും സംസാരിച്ച് നിൽക്കുമ്പോ വല്ലാതെ ഞാൻ പറഞ്ഞിങ്ങനെ ജയിച്ചു നിൽക്കുമ്പോ അവസാനങ്ങൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? എന്തായാലും മുമ്പത്തെ മാതിരി ലേശന്റെ ആയിണോ ഇപ്പോഴും ഇങ്ങനെ വല്ലാതെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തൊരു തെറ്റാണല്ലോ മുമ്പത്, അതോടുകൂടി ഞാൻ ആകെ തളർന്ന് ഇല്ലാതെയായി എല്ലാം കൂടിയായി എന്റെ മനസ്സ് വേദനിപ്പിക്കും. അതാ പറയുന്നത്. ആശയം മനസ്സിലാവുമല്ലോ. അതായത് മറ്റൊരുത്തന് ഉദ്ദേശം ഇതാണ് ആ പ്രശ്നം. രസം, തമാശ അത് പരിമിതമായ അർത്ഥത്തിനെ പറ്റിയല്ലേ പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ പറയേണ്ടി വരും, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അതിനർത്ഥമില്ല. ഇപ്പൊ ഭാര്യ രസകരമായി ഭാര്യയോട് പറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ എന്റെ വീട്ടുകാർ കുറെ ഭാര്യ തന്നിട്ടുണ്ടല്ലോ എന്ന് ഭാര്യയോട് രസകരമായി പറഞ്ഞ് പിന്നെ നിങ്ങളെന്തിനാവുന്നല്ലാതെ എന്നോട് കൂട്ടിക്കൊണ്ടുവരാൻ പോയി ഭാര്യ തിരിച്ചും പറഞ്ഞാൽ അതൊരു സന്തോഷത്തിന് അന്തരീക്ഷമായി തീരുള്ളൂ. ഇത് ഗൗരവത്തിന്റെ ആവശ്യത്തിന് മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമായിക്കൊണ്ട് പറയുന്ന ആ ചിത്രല്ലേ, അതാണ് ഹുമസ. അത് ചെയ്തുകൂടാന്ന് തന്നെ. അത് നമ്മുടെ പൊതുരംഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കാണും. ഈ പിന്നെ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെയുള്ള പ്രസംഗങ്ങളിൽ കാര്യമായിട്ട് അതാണല്ലോ പലപ്പോഴും ഉണ്ടാവാറ്. അന്യനെ കുത്തി വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമായി പരിമിതപ്പെടാറുണ്ട്. ആദർശത്തിന്റെ പേരിലാ ശരിക്കും മത്സരങ്ങൾ നടക്കേണ്ടത്. പക്ഷെ ആദർശത്തിന്റെ പേരിൽ പരസ്പരം മത്സരം നടക്കില്ല. എന്താ ഉണ്ടായാലും അറിയോ, മാനസികമായി കുത്തി വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വാക്കുകൾ മറ്റും വീഴ്ച പലപ്പോഴും ഉണ്ടാവാറ്. മതരംഗത്തും കുറേശ്ശൊക്കെ കാണുന്നുണ്ടല്ലോ. മതരംഗത്ത് ഉയർന്നു നിൽക്കുന്ന മതപണ്ഡിതന്മാര് ജനങ്ങളുടെ മുന്നിൽ ആദർശവും തത്വവും ആശയങ്ങളാ പറയേണ്ടത്. മതപണ്ഡിതന്മാരുടെ വ്യക്തിത്വങ്ങളെ പറ്റി പരസ്പരം വിഴുപ്പലക്കുക സമൂഹത്തിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അത് ആരായിരുന്നാലും ശരി നാറിക്കുമല്ലോ. നമുക്കറിയാലോ, മതപണ്ഡിതന്റെ വേഷം ധരിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവര് സമൂഹത്തിൽപ്പെട്ട ആളുകളാ. മലായികത്തൊന്നുമില്ല, അവർ അമ്പിയാക്കന്മാരുടെ വിശേഷം അവരൊക്കെ പറഞ്ഞുകൂടാ, നമുക്കറിയാമത്. പക്ഷെ അവർ സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് പറയുന്ന പല വാക്കുകളും ശ്രദ്ധിച്ചില്ല നിങ്ങൾ? പലപ്പോഴും ചിലപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ കാര്യമായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ വേറെ ഏതോ കുറെ മൗലിമാരെ പറ്റി മടിയന്മാരെ പറ്റി ഇങ്ങനെ ഇത് മാത്രം പറഞ്ഞിട്ടുണ്ടായി. ഇത് മാത്രം പേര് ദീനി വയലാണ് താൻ, എവിടെയും പാടില്ല. ചുരുക്കത്തില് ലുമസയാണ് പിന്നെ പറയുന്നത്. ലുമസ എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് കുറവാക്കുക, ആളെ അയവാക്കുകയാണ്.
കുറവാക്കുക. മാനം കളയ, അപമാനിക്കാന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന അർത്ഥമാണ് മാനം കെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അന്ത്യപ്രസംഗല്ലേ, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വ മാലുഹു വിറുദുഹു. എല്ലാ മുസ്ലിങ്ങളും പരസ്പരം ആദരിക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊരുത്തിന്റെ രക്തം, മാനം, ധനം. നിങ്ങളുടെ രക്തം ചിന്താൻ എനിക്ക് അവകാശമില്ല. ഒരു കാരണവശാലും ഞാൻ ഇതിന് കാരണക്കാരനായത്. നിങ്ങളുടെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും അന്യായമായി എനിക്ക് അനുഭവിക്കാൻ അവകാശമില്ല. നമുക്ക് ആർക്കും പരസ്പരം അനുവദിക്കാൻ അവകാശമില്ല. അതുപോലെ തന്നെ നിങ്ങളെ മാനുണ്ടല്ലോ, അതെന്താന്ന് കാണിച്ചു തരാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാതെ ഒരുത്തന്റെ മാനം എന്താന്നുള്ളത്. ആ മാനം കെടുത്താൻ, അപമാനിക്കാനുള്ള അർഹതയില്ല. ഇതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം, മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഈ കുറവാക്കുന്നിടത്ത് എന്താ കാര്യമായിട്ട് നടക്കാറ്? ഇവൻ അപമാനിക്കലാണ് പലപ്പോഴും ഉണ്ടാവാറ്. അതിന്റെ മാനസികമായ വശം എന്താണെന്നത്, മാനസികമായ വശം ഒരു വശമുള്ളത് തനിക്ക് മെച്ചങ്ങളൊന്നും പറയാനില്ലാതെക്കുക. പറയുന്നവന് കാര്യമായിട്ട് മെച്ചങ്ങളൊന്നും ഇല്ലാതെക്കുമ്പോ പിന്നെ അല്ല എന്താണെന്നറിയോ, മറ്റോ മോശക്കാരൻ, അതുകൊണ്ട് ഞാൻ നന്നെന്ന് വരുത്തി തീർക്കല്. അതാണ് ആ വികാരം. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ. പൊരുത്തമല്ലാതെ മറ്റവനെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താ അറിയോ, എനിക്ക് എന്നെപ്പറ്റി കാര്യമായി, എന്നെപ്പറ്റി ഒരു മഹത്വം അല്ലെങ്കിൽ ഒരു നന്മകൾ എന്റേതായിട്ട് പറയാനില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, ഇങ്ങനെ ഇത് സംസാരിക്കുമ്പോ ഇതിന്റെ കൂടെ ഉള്ളവരെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞു, നിങ്ങളൊക്കെ മോശക്കാരാ, ഞാനൊന്നും ഇല്ലാത്തവൻ, അപ്പൊ ഞാൻ നന്നായില്ലേ. ഇതാണ് ആ മാനസികമായ വശം. എപ്പോഴാ സാധാരണഗതിയിൽ ആളുകളെ കുറവാക്കുകയും മറ്റും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറ്? രണ്ട് കൂട്ടുകാർ, അങ്ങനെ സങ്കല്പിക്കുക, രണ്ട് കൂട്ടുകാർ തനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരസ്പരം കുറവാക്കുവോ? ഓല് സുഖമായിട്ട് വേറെ വർത്താനം പറഞ്ഞിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. രണ്ട് കൂട്ടുകാർ മാത്രമായിട്ടൊരു മണിക്കൂർ, 24 മണിക്കൂർ നേരം തുടർച്ചയിരുന്ന് നോക്കട്ടെ, ഇവൻ മറ്റോനെയും കുറവാക്കലോ ഇനിയും കുറവാക്കല്ല. അതെന്താ പോലും ഉണ്ടാവും കുറവാക്കാത്ത? നല്ല സൗകര്യം ഉണ്ടാക്കുന്നോട്ട് പറയാം, സാധാരണ പറയില്ല. മൂന്നാമതൊരുത്തരും കൂടി ഒന്ന് നോക്കട്ടെ, ആപ്പോലും തുടങ്ങും മറ്റോനെ കുറവാക്കാൻ. ഞാൻ പറഞ്ഞ ഈ സാഹചര്യം അവിടെ നിന്ന് മനഃശാസ്ത്രപരമായിട്ട് തന്റെ എഴുത്തുള്ള നന്മകളില്ലാതിരിക്കുമ്പോ മറ്റവനെ കുറവാക്കിയിട്ട് ഞാൻ നന്നാവുന്നൊരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുക. അത് സാധാരണഗതിയിൽ എങ്ങനെ സംഭവിക്കാറ്? ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, ഖുർആൻ തന്നെ എടുത്ത് പറയുന്നത്, എന്തെങ്കിലും പേരുകളൊക്കെ വിളിച്ചുകൊണ്ടാണ് സാധാരണ ഒഴിവാക്കാറ്, മാനം കെടുത്താറ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി മുമ്പ് ചെയ്തെന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് പറയുകയും ചെയ്യാം. അപമാനിക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കാറ്. ഒരാളെയും ദുഷിച്ച വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ചീത്തപ്പേരുകൾ വിളിക്കാൻ പാടില്ല എന്നാണല്ലോ. വലാ തനാബുസുബിൽ അൽഖാബ്, അത്ര ലഖബുകൾ ഇട്ടുകൊണ്ട് വിളിക്കരുത്. വലാ തെൽമിസു അൻഫുസക്കും എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആശയതാണല്ലോ. അത് ചെയ്യാൻ പാടില്ല എന്നാണ്. കുറവാക്കുക, ചീത്തപ്പേരുകൾ വിളിക്കുകയും ചെയ്യരുത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരും അവരെ പേരല്ലാതെ വിളിച്ചിരുന്നു. ഇപ്പൊ സിദ്ദീഖ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരല്ല, ഫാറൂഖ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരല്ല, പക്ഷെ അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. അതൊക്കെ നല്ല നല്ല പേരുകളാണ്, ആ അർത്ഥം ഇഷ്ടപ്പെടുന്ന പേരുകളുമാണ്. എന്നാൽ നല്ലതാ ചീത്തയെന്ന് പറയാൻ പറ്റാത്ത ചില പേരുകളുണ്ട്. ഇപ്പൊ ദുല്യതേനി, 2 കൈയുള്ളവൻ. ദുല്യതേനി ആരാ 2 കൈയില്ലാത്തവൻ? ഒരു സഹാബിന്റെ പേരാണ് ദുല്യതേനി. ഹിർബാഖ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ പേരതായിരുന്നു. ഹദീസിൽ കാണാം, മറന്ന ഹദീസിൽ നിസ്കരിച്ചിട്ട് സലാം വീട്ടി എഴുന്നേറ്റ് പോയ മറന്ന ഹദീസ്, അതിൽ കാണാം ഒരു സഹാബി എഴുന്നേറ്റ് ധൈര്യത്തോടെ ചോദിച്ചു, യുസമ്മ ദുല്യതീൻ, ദുല്യതീൻ ഞങ്ങൾക്ക് വിളിക്കണ്ട അയാളെ. 2 കൈയുള്ള ആൾ നിർത്തണം അങ്ങനെ വിളിച്ചാൽ അതൊരു മോശപ്പെട്ട വാക്കല്ല, ഒരു ഭേദപ്പെട്ട വാക്കാന്നും പറഞ്ഞുകൂടാ. ആ ജാതി പേരുകൾ വിളിക്കാറുണ്ടായിരുന്നു അവര്. അത് പരസ്പരം ഒരു വിഷമത്തിന്റെ അർത്ഥത്തിലല്ല, ആ അർത്ഥത്തിൽ അങ്ങനത്തെ വാക്കുകൾ പരസ്പരം വിളിക്കുക, അങ്ങനെ പറയാനും വിരോധമില്ല. ഇനി വേറൊരു വിഷമോടെ വരാറുള്ള എന്താ അറിയാം, ചില ആളുകൾ ആ പേര് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അങ്ങനെ ആയിണ്ടാവും, അതിന് നിർത്തില്ല. നമ്മൾ വിളിക്കുന്നത് അയാൾ ആ പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണോ എങ്കിൽ കുറ്റക്കാരാ. അതായത് ചില നാട്ടിലൊക്കെ ചില ആൾക്കാരെ ശരിക്കും മോമു എന്ന് പറഞ്ഞാൽ അറിയില്ല, മുപ്പര് വേറെ എന്തെങ്കിലും പേരുണ്ടാവും കൂട്ടത്തില്, അല്ലെങ്കിൽ അയാൾ ഏത് പേരാട്ടെ അതിന്റെ പേരിൽ അത് പറഞ്ഞാലേ അയാൾ മനസ്സിലാവുള്ളൂ. അത് നമ്മൾ ആളെ പേര് പറയാ, എന്നിട്ട് തിരിച്ചറിയതല്ല, നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് പറയാ, അതിൽ നമ്മൾ കുറ്റക്കാരാവും. അത് നമ്മൾ കുറ്റക്കാരാവില്ല, കാരണം നമ്മൾ ആ ഉദ്ദേശത്തിലല്ലോ പറയുന്നത്. അതല്ല, നമ്മളിത് പറയുന്നത് ആളെ മനസ്സിലായിട്ടും, അല്ലാതെ പറഞ്ഞാൽ തന്നെ ആളെ മനസ്സിലാവും, എന്നാലും ഇതൊന്ന് പറയാ എന്നാണോ, എന്നാ നമ്മൾ കുറ്റക്കാരോട്. ഞാനത് പറഞ്ഞതിനറിയോ, നമ്മൾ വല്ലാതൊരു മസാല ചോദിക്കുന്ന സംശയം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ചില ആൾക്കാരുടെ പേരെങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞതല്ല ഞാൻ. മറ്റേ മദനി സാധാരണ മദനി സാധാരണ പറയാറില്ലല്ലോ, എല്ലാ സൽക്കാരും കഴിഞ്ഞതിന്റെ ശേഷം അപ്പൊ എന്നാ കണ്ണൊട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞൊരു കഥ. അയാൾക്ക് കണ്ണാണൂല, അയാൾ പണ്ട് സൽക്കരിച്ചൊക്കെ ചെയ്തു, ഒരാളെ ശരിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, ശരിക്ക് എല്ലാം ചെയ്തു. രാവിലെ യാത്ര പോകാൻ പറഞ്ഞ്, എന്നാ ഞാൻ പോട്ടെ കണ്ണൊട്ട. അയാൾ നന്നായിട്ട് പറഞ്ഞോ, വേണ്ടാത്ര വിളിച്ചോ, അത് ശരിക്കതാണല്ലോ, കണ്ണുപൊട്ടനാണ്, ആ അർത്ഥം ഉണ്ടല്ലോ. അതായത് ആ എന്നാലും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പോകാത്ത ലേശമൊന്നും ഇങ്ങനെ ചുരുക്കാന്നല്ലേ, ആ അർത്ഥത്തിനാണെങ്കിൽ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ വാക്കുകൾ വിളിക്കുന്നത്, ചീത്ത വാക്കുകൾ വിളിക്കുന്നത്, അയാളെ തിരിച്ചറിയാൻ അതല്ലാതെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമുക്കത് പറയേണ്ടി വരും. സാധാരണഗതി ഞാൻ അവിടെയാണ് സൂചിപ്പിച്ചത്. ഇതിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ?
അതാണല്ലോ അള്ള നോക്കുക എന്ന് പറഞ്ഞ ആ ആശയല്ലേ, അത് ഇവിടൊക്കെ ബാധകമാണ്. അതൊക്കെ ബാധകമാണ്. അപ്പോ അപമാനിച്ചുകൂടാണ്, മാനം കെടുത്തിക്കൂടാണ്. ഒരു കാരണവശാലും ചീത്ത പേര് വിളിച്ചിട്ടായിരുന്നാലും ശരി, എന്തെങ്കിലും പരാമർശങ്ങൾ കൊണ്ടായിരുന്നാലും ശരി ചെയ്തുകൂടാ. അതാണിപ്പോ ഈ ആയത്തിൽ മനസ്സിലാക്കാനുള്ളത്. അതും തന്നെ സമൂഹാന്തരീക്ഷത്തിൽ മാത്രം അല്ല, കുടുംബാന്തരീക്ഷത്തിൽ കാണും. കുടുംബാന്തരീക്ഷത്തിൽ ഞാൻ പറഞ്ഞത് ഒരു അമ്മായിമ്മ കുറെ മരുമക്കള്, ആ മക്കള് കുറെ ഉള്ളതുകൊണ്ട് കുറെ മരുമക്കള്. ഈ മരുമക്കളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മരുമകളെ പറ്റി എല്ലാവരും കൂടി ഇങ്ങനെ ഭേദപ്പെട്ടിരിക്കാവോ, എല്ലാവരും കൂടി സംസാരിക്കുന്നിടത്ത് അമ്മായിമ്മന്റെ ഒരു സംസാരം, അത് ഏതോ ഒരു മരുമകളെ ആ സഭയിലിട്ട് വഷളാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതോടുകൂടി അങ്ങനെ സംഭവിക്കാറില്ലേ? ഇഷ്ടം പോലെ സംഭവിക്കാറുണ്ടല്ലോ. അമ്മായിമ്മക്ക് ഓളോട് അന്ന് ഇഷ്ടമല്ലെങ്കിൽ അന്ന് അമ്മായിമ്മ ആ പെണ്ണിന് ഓളെ പറ്റിയാണ് സാധാരണ ഇതിൽ പരാമർശിക്കുക. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരുന്ന്, വേറെ ആരും ഇല്ല, ഇന്ത്യന്മാരല്ലല്ലോ. ഈ ഏത് അന്തരീക്ഷത്തിൽ കാണാറുണ്ട്. മക്കളും എല്ലാവരും കൂടി കുടുംബാന്തരീക്ഷത്തിൽ ഒരുങ്ങി ഇങ്ങനെ എല്ലാവരും ഭാര്യമാരുടെ എല്ലാം കൂടെ മക്കളുടെ മക്കളെ എല്ലാം കൂടി ഇരിക്കുമ്പോ നമ്മളെ പാപ്പല്ലേ എന്നുവെച്ചാൽ നമ്മളൊക്കെ വാപ്പ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ചെയ്യുന്നൊരു പണിയുണ്ട്. ആ മകൻ ഏതെങ്കിലും ഒരു മകനോട് വാപ്പാക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ മകനെ ആ കുട്ടികളെ ആ മകന്റെ മക്കളെ മുന്നിലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ട് മനസ്സിലാക്കും. എടാ മുമ്പ് ചിന്നാള് അങ്ങനെ ആക്കിയപ്പോ നമ്മൾ കുട്ടികൾ കേൾക്കാൻ പാടില്ലല്ലോ. നമ്മളെ വാപ്പാരെ പറ്റിയൊക്കെ നമ്മളെ ധാരണ എന്താ? അവര് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യന്മാരാ. പക്ഷെ അവര് പഴയകാല ചരിത്രം പരിശോധിക്കാൻ നമ്മൾ നടക്കണം. നടന്ന സുഖമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ മക്കളൊക്കെ നമ്മളെ യുവത്വകാലത്തുള്ള നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി ഒരു പട്ടിക തയ്യാറാക്കാൻ പോയാൽ നല്ല സുഖം ഉണ്ടാകും. അത് ഏതെങ്കിലും ഒരുത്തം നമ്മളെ പറ്റിയൊക്കെ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പെരേക്കേണ്ടി ചെല്ലുമ്പോൾ ബാപ്പ ഇപ്പോഴല്ലേ മനസ്സിലായത്. ആ രംഗം ആലോചിച്ച് നോക്കുന്നത്. ഇത് സ്വന്തം പിതാക്കന്മാര് ചെയ്താലോ? ഈ കുട്ടിക്ക് ഇതറിയില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാപ്പയാണ് മഹാൻ, ലോകത്തിലെ ഏറ്റവും വലിയ ആളാരെന്ന് വെച്ചാൽ എന്റെ വാപ്പ എന്നാണ് കുട്ടിയുടെ വികാരം. ആ കുട്ടിയുടെ മുന്നിൽ ഈ വാപ്പാന്റെ മാനം എല്ലാവരും കാക്കണം. അത് ഉമ്മയായിരുന്നാലും ശരി, ഇവന്റെ ബാപ്പയായിരുന്നാലും ശരി, തകർക്കരുത്. സഹോദരങ്ങളും സഹോദരികളും ആ കുട്ടികളുടെ മുന്നിൽ ബാപ്പ എപ്പോഴും ബാപ്പാനെ സങ്കല്പിച്ച് നിൽക്കണം. ഇയാളൊരു പക്ഷെ ഒരുപാട് കുരുത്തം കെട്ടവനായിരിക്കാം, അത് വേറെ സംസാരിക്കാന്നുള്ളതല്ലാതെ. പക്ഷെ പലപ്പോഴും കുടുംബാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതാ. ആകെ വെറുക്കൂല മനുഷ്യൻ, ആകെ വെറുക്കുന്നതാണ്. ഉമ്മാര് ചെയ്യാറുണ്ട്, ഉപ്പാര് ചെയ്യാറുണ്ട്, മക്കളെ പറ്റി ചെയ്യാറുണ്ട്. ഇങ്ങനെ മക്കളെ മാനം കെടുക്കുക. നാട്ടില് ഒരു മകൻ ഒരു നേതാവായി നിൽക്കുക, രാഷ്ട്രീയ നേതാവായി നിൽക്കുക, അല്ലെങ്കിൽ ഒരു നേതാവ്, സാധാരണ കൂടുതൽ നേതാക്കളുടെ രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് അത് പറഞ്ഞേ, അങ്ങനെ രാഷ്ട്രീയ നേതാക്കളൊക്കെ നടന്നിങ്ങനെ സംസാരിക്കുകയും ചെയ്യുമ്പോ ബാപ്പ പറയാ എനിക്കറിയില്ലേ, ഇവൻ നാട്ടിൽ ഇവൻ നേതാവാണ്, അനുയായികളുണ്ട്, ഇവൻ ആദരിക്കുന്ന ആളുകളുണ്ട്. ആ സന്ദർഭത്തിൽ എന്തിനാണ് ബാപ്പ ഇവനെ പറ്റി വേണ്ടാത്തരം പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ അവന്റെ മാനുള്ള കളയുന്നത്? അങ്ങനൊക്കെ സംഭവിക്കല്ലേ? ഇഷ്ടം പോലെ സംഭവിക്കുന്നു. അതിന്റെ രസം ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞുതരാം ആരെപ്പറ്റി ഞങ്ങൾ പറയുന്നത്. എന്റെ മോനെ പറ്റി തന്നെ ചിലർക്ക് അതൊരു രസമാണ്. എന്റെ മോനെ പറ്റി തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ അറിയോ, അവന് കെട്ടിയ പെണ്ണിന്റെ പണ്ടൊക്കെ എടുത്ത് പോകാൻ വലിയ നേതാവായി നടക്കല്ലേ, കെട്ടിയ പണ്ടൊക്കെ എടുത്ത് വിറ്റ് നാളെ അവിടെ പോയി വേറൊന്ന് കട്ട്, ആ ബാങ്കിന്ന് പൈസ എടുത്ത് കൊടുത്തില്ല, അങ്ങനെ കുറെ കഥകള്. ഇഞ്ചി എവിടെ അവസരം കിട്ടുമ്പോൾ പറയും ചെയ്തോ, ഞാൻ പറഞ്ഞതാന്ന് പറയും ചെയ്താണ്. കാരണം മൂപ്പര് കയ്യിൽ അത്ര ക്ലിയർ ആണ്, അത്ര ശുദ്ധൻ എന്ന് വെച്ചാൽ അത്ര വിശാല ഹൃദയനാണ് മൂപ്പര്. ഖുർആൻ പറ അർത്ഥം എന്താ അറിയോ? മാനം കളയരുത് ആരുടേതെന്നാ. ഒരിക്കല് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോ ഭാര്യമാരുടെ ഇടയിലൊക്കെ ഇത്തിരി ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കുടുംബ അന്തരീക്ഷമാരാണ്. സഫിയ റളിയല്ലാഹു അൻഹ പൊതുവെ ഉയരം കുറഞ്ഞ സ്ത്രീയാണ് നബിയുടെ ഭാര്യ. അപ്പോ ആയിഷ ഒരിക്കൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് എനിക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ആ കുള്ളത്തി തന്നെ മതിയല്ലോ ഏത് നേരത്തും എന്ന അർത്ഥത്തിൽ ആ പദം പ്രയോഗിച്ചില്ലേ, താളം കാട്ടിയിട്ടുള്ളൂ ഇങ്ങനെ. അപ്പൊ സഫിയ റളിയല്ലാഹു അൻഹ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് കസീറ കുറിയോളല്ലേ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ താളം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്റെ വായെന്ന് വീണ ആ വാക്കുണ്ടല്ലോ ഇപ്പേക്ക് പറഞ്ഞ വാക്ക്, അത് കടലിൽ കലക്കാണ്, ഈ കടല് കലങ്ങും, അതിന് മാത്രം ഗൗരവപ്പെട്ട വാക്കാണ് ഈ കരുതണം. വെറുതെ കുത്തുവാക്ക് അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സഫിയ. അതായത് സ്ത്രീകൾ പരസ്പരമുള്ള മാനസികമായ ഇത്തിരിയൊക്കെയുള്ള അവസരങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. അതിനർത്ഥം നമ്മുടെ നാട്ടിൽ നാടൻ പെണ്ണുങ്ങളെ മാതിരാൻ തെറ്റിദ്ധരിക്കേണ്ട. മാനുഷികമായി ഉണ്ടാകുന്ന വികാരങ്ങൾക്ക് അവരും അടിമപ്പെട്ടവരാണല്ലോ, അത് അവരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു ചില്ലറ കാര്യങ്ങളൊക്കെ. അത് ഖുർആൻ തന്നെ വ്യക്തമാകുന്നുണ്ട് പലയിടത്തും. അപ്പൊ ഈ ഒരു അവസരത്തിൽ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇതാണ്, അത് ചെയ്തുകൂടാണ്. നോക്കൂ നിങ്ങൾ, ആ മാനം കളയുന്നതിന്റെ പ്രശ്നം വന്നു ചെയ്തുകൂടാ. മെഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നരകത്തിന്റെ അരികിൽ നിന്നിട്ടുള്ള കഥ പറഞ്ഞപ്പോ പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ ഈ
പിച്ചള കൊണ്ട് ചെമ്പുകൊണ്ടൊക്കെയുള്ള പിന്നെ നഖങ്ങൾ, അവരുടെ നഖങ്ങൾക്കൊക്കെ നല്ല മൂർച്ചുണ്ട്, ചെമ്പുകൊണ്ടോ പിച്ചളകൊണ്ടൊക്കെ ഉണ്ടാക്കിയ മാതിരി. എന്നിട്ട് അവരുടെ മുഖത്തും ശരീരത്തിലൊക്കെ ഉള്ള മാംസം അവരിന്ന് ഇങ്ങനെ മാന്തി കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശരീരത്തിലും ഇങ്ങനെ മാന്തി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചവൻ പറഞ്ഞു, അന്യരെ അപമാനിച്ചിരുന്ന ആൾക്കാരാണ് അവര്. മറ്റുള്ളവന്റെ മാനം തിന്ന ആൾക്കാരില്ലേ, ആ മാനം തിന്ന് നടന്ന ആൾക്കാര്, ഓരോരുത്തരുടെ മാനം കളഞ്ഞ ആൾക്കാര്. നിങ്ങൾ നോക്കൂ, സത്യത്തില് ഞാൻ രാഷ്ട്രീയ രംഗത്തെ ആരെയും നന്നാക്കിയല്ലോ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന വലിയ ഒരു രാഷ്ട്രീയ ബഹളല്ലേ, ഒരു ബഹളം. ആ സംഭവം ആകെ ഒരു വ്യക്തിയിൽ നിന്ന് ചോർന്ന് കിട്ടിയ ഒരു സംഭവം കൊണ്ട് മാത്രമാണല്ലോ. അതായത് സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തും അറിയപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളെ തേജോവധം ചെയ്യുക, അപമാനിക്കുക, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് പ്രോപ്പഗണ്ട നൽകിയത് കൊണ്ടാണല്ലോ ഇന്ത്യയിൽ നിൽക്കുന്ന ചിലർ ഇപ്പം വളരെ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ പിന്നിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ചോദിക്കും, ആ സാധി കാര്യങ്ങൾ പറയേണ്ടതില്ലേ? പറയണം. കോടതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുകയും മറ്റും ചെയ്യേണ്ടത്, വലിച്ചഴക്കുകയല്ല വേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന എന്താണെന്നറിയോ? ആദ്യം അത്തരം കാര്യങ്ങൾ പത്രങ്ങൾക്ക് കൊടുത്ത് നാട്ടിലാകെ പാട്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ കോടതിയിൽ പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറ്. നാട്ടും പുറത്ത് അങ്ങനെയല്ല പല കാര്യങ്ങളും. കേസിനും കൂട്ടത്തിനൊക്കെ പോലെ അവസാനമല്ലേ തെളിയിക്കാനൊക്കെ, അത് പാട്ടാക്കലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിനെ മറച്ചു വെച്ചാൽ അള്ളാഹു അവനെ മറച്ചു വെക്കുന്നു. എന്താ മുസ്ലിമിനെ മറച്ചു വെക്കാൻ നടന്ന അർത്ഥം? മഞ്ഞന്റെ കുറ്റങ്ങളും കുറവുകളും പാട്ടാക്കുകയല്ല, അത് മൂടി വെക്കുക, മറച്ചു വെക്കുക. നിങ്ങൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടാല് അത് നാലാളോട് പോയി പറയാനല്ല പറഞ്ഞേ, അത് പറയാതിരിക്കുക. എന്നിട്ട് അവനെ വിളിച്ച് ഉപദേശിക്കുക, നോക്ക് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ ചെയ്താൽ ഞാനത് പറയൂട്ടോ എന്ന് പറയാം. എന്നാൽ നിങ്ങൾക്കുള്ള പ്രയോജനം എന്താ അറിയോ? നിങ്ങൾ ഇതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ, നാളെ ആൾക്കാരുടെ ഇടയിൽ പരസ്യമായിട്ട് അള്ള വിചാരണ ചെയ്യും, നിങ്ങൾ ആകെ മാനം കെടും. അന്ന് നിങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചോദിക്കൂലാണ്. നമ്മൾ വേറെത്തുന്ന കുറ്റങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവനെ അപമാനിക്കാൻ നമുക്ക് ശരിക്ക് പറ്റും. ശരിക്ക് പറ്റുന്ന കോപ്പുകൾ നമ്മളെ കയ്യിലുണ്ട്. ആ കോപ്പുകൾ കയ്യിലുള്ളത് അവിടെ നിന്നോട്ടെ, ഒരു മരിക്കോളം അവിടെ കയ്യിൽ നിന്നോട്ടെ, ഒരു കുട്ടിനോട് മിണ്ടണ്ട, അങ്ങനെ കൊണ്ടുവരണോളൂ. എന്നാല് നിങ്ങളെ കയ്യിൽ നിങ്ങളെ പറ്റി അങ്ങനെ കുറെ മോശം ഉണ്ടല്ലോ, ആൾക്കാരറിയാത്ത കുറെ മോശവശങ്ങള്, അതൊക്കെ അള്ളാഹു കാത്തുകൊള്ളൂ. നമുക്കതൊന്ന് ഛർദ്ദിക്കാനാ ഒരടങ്ങറ. എന്തെങ്കിലും അറിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കുറെ കാലം കൊണ്ടുവരുന്നതിന് ശേഷം പിന്നെ നമ്മളതുകൊണ്ട് കുട്ടിക്കും ചെയ്യും. കുട്ടികളോട് വല്ലതും പറഞ്ഞാൽ വാങ്ങിക്കുക. പറയരുതിട്ട് മോനെ എന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കൊടുത്താൽ കുറെ നേരം അങ്ങനെ നടക്കും, അവസാനം പറയും ചെയ്യും. അതേ വികാര പലപ്പോഴും ഉണ്ടാവാം. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് ഈ പലപ്പോഴും ഈ പരസ്പരം കൂട്ടുകാർ തമ്മിൽ നടന്നിരുന്ന പല കാര്യങ്ങളെ പറ്റിയൊക്കെ നാട്ടുകാരറിഞ്ഞത്? എങ്ങനെ പല വീട്ടുകളിലെയും നാറുന്ന സംഭവങ്ങളെപ്പറ്റി നാട്ടുകാരറിഞ്ഞത്? എങ്ങനെ ചില പ്രദേശത്തെ അബദ്ധങ്ങളെപ്പറ്റി, മോശമായ പ്രവർത്തനങ്ങളെപ്പറ്റി ആൾക്കാരറിഞ്ഞത്? ആൾക്കാരറിഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് തന്നെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ അറിയോ? എന്തിനാണ് നിങ്ങൾ ഈ ആൾക്കാരെ മാനം കെടുത്തുന്നത്? ഉമർ റളിയല്ലാഹുവിനെ പറ്റി ചരിത്രം പറയുന്നിടത്ത് എത്രത്തോളം സ്ഥിരീകരിക്കപ്പെട്ടത് പറഞ്ഞുകൂടെ കിതാബുകളിൽ കാണുന്നൊരു വാദമുണ്ടല്ലോ. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ സ്വന്തം പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന വാക്കുകളല്ലേ. ചില ചരിത്രകാരന്മാർ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. എന്നിട്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടായി? ഇവർ ആരെങ്കിലും പറഞ്ഞ കോട്ടം റജി വലിയ ഉച്ചിരം ഞങ്ങളെ കൊല്ലാൻ വരണേ, മുമ്പ് ആ കുട്ടിനെ കൊന്നോണല്ലേ ചെയ്യും? അതിനർത്ഥമല്ലല്ലോ. അങ്ങനെ ഒരു ദാനം കെടുത്തുന്ന സോല പറഞ്ഞ മാനക്കടലില്ലല്ലേ. ആ പഠിച്ചോനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്താണല്ലോ. അവർക്കതിൽ പ്രശ്നമില്ല. കാരണം എന്താ അറിയോ? അതൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് അവർക്കുള്ള വിധി, എല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ അതെടുത്ത് പറയുന്നൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. മാത്രം നിങ്ങൾ നോക്കൂ, സഹാബികൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പോലുള്ള സഹാബികൾ ഉഹദ് യുദ്ധത്തിൽ ഓടിയില്ലേ? ഓടിയിട്ട് മദീനത്തെത്തിയിട്ടാണ് തിരിഞ്ഞുനോക്കിയത്. ആരാ സംഭവിച്ചത്? ഉഹദ് യുദ്ധത്തിന് അണിയിൽ പോയിട്ട് എല്ലാം പഠിച്ച് അവർ ഓടിയിട്ട് തോച്ചോടിയിട്ട് ആദ്യം മദീനയിൽ വരെ എത്തി. ഇവർ തമ്മിലൊക്കെ പിന്നെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും എടുത്ത് കുത്തി പറഞ്ഞോ അല്ലെങ്കിൽ അപമാനിച്ചോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ സഹാങ്കളോ നിങ്ങളൊക്കെ മുമ്പ് ഓടിയ കൂട്ടത്തിലല്ലേ? അതൊക്കെ മനുഷ്യന് സംഭവിക്കാൻ അതാണ്ട് മറന്നു, അതാണ്ട് ഒഴിവാക്കി. മാനം കെടുത്താൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. ആ ഖലീഫമാരെ തെരഞ്ഞെടുക്കുന്ന സന്ദർഭം പോലും പലപ്പോഴും ഇങ്ങനെ ഒരു വളരെ മൂർച്ചുള്ള സന്ദർഭമല്ലേ. അതൊന്നും പറയാറുണ്ടായിരുന്നില്ല അവരെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഞാൻ അവിടെയൊക്കെ കൊണ്ടുവന്നത് പലരെ പറ്റിയും പല കാര്യങ്ങളും നമ്മളെ മനസ്സിലൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമുക്കത് അറിയാന്നുള്ളത് ആ ബന്ധപ്പെട്ടവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ പല കാര്യങ്ങളും പലരെ പറ്റി നമുക്കറിയാം, ശരിക്കറിയാം, ഇല്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യങ്ങള് അവിടെ ചത്ത് കിടന്നോട്ടെ മനസ്സിന്റെ ഉള്ളിൽ. അള്ളാഹനെ വിചാരിച്ച് ഒരിക്കലും പുറത്തേക്ക് വിടേണ്ട, ആരോടും പറയണ്ട. അതിന് കുറെ കൊല്ലം കൊണ്ടുവന്നതിന് അവസ്ഥാനം വിടുന്നതിന് അർത്ഥമല്ല, പിന്നെ ആദ്യം വിടലാല്ലേ. കുറെ കാലം ഞാൻ ഇത്രയും കാലം അങ്ങനെ പറയില്ല ആൾക്കാർ. 10 കൊല്ലമായി ഞാൻ അറിഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ല. ഞാൻ എപ്പോഴാ പറഞ്ഞത്? എന്റെ അർത്ഥം എന്താ അറിയാം? മൂപ്പര് നല്ല സമയം നോക്കി അടക്കിയിരുന്നാ. മൂപ്പര് പുണ്യകർമ്മം ചെയ്തതല്ലേ. ഇപ്പൊരു നല്ല സമയം നോക്കി അടക്കം എപ്പോഴാണ് ചാൻസ് കിട്ടിയതെന്നാ.
എന്തിനാണ് പറയാൻ നടക്കുന്നത്? എനിക്കറിയാം, ഞാൻ മുമ്പേ കേട്ടുകിട്ടുന്നെല്ലാം കൂടി പറഞ്ഞിട്ട് പറയുന്നതാണ് അത് പറയരുത്. ഏതിന്റെ അർത്ഥം അറിയോ? ലൂമേഴ്സ. ഇതാണല്ലോ ശരിക്കും അപമാനിക്കുന്നത്. നിങ്ങൾ എപ്പോഴാ തളരുക? നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്ര തീവ്രമായി 10 ആളുകൾ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമോ? നിങ്ങളെപ്പറ്റി ഞാനൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ചെയ്യാത്തൊരു കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു 100 ആളെ മുന്നിൽ വെച്ചാൽ നിങ്ങൾ ധീരനായി അവിടെ നിൽക്കും. പക്ഷെ നിങ്ങൾ ചെയ്ത ഒരു തെറ്റ്, നിങ്ങൾക്കറിയാവുന്നൊരു തെറ്റ്, നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്ന ഒരു തെറ്റിനെ പറ്റി, ആൾക്കാരറിയാത്തൊരു തെറ്റ് 4 ആളുകൾ വെച്ച് നിങ്ങളെ പറ്റി പറഞ്ഞു നോക്കട്ടെ, അപ്പങ്ങൾ തളരും, നിങ്ങൾ വിയർക്കും അവിടെ നിന്നിട്ട്. അത് സത്യ. നമ്മൾ ചെയ്ത് കുറ്റബോധം ഉണ്ടെങ്കിൽ, കുറ്റബോധം ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കള്ളൂടിയോ അതിന്റെ ശേഷത്ര കുടിച്ച് ഞാൻ ആരൊക്കെ അത് തറി, മനസ്സിലായില്ലേ? അവർക്ക് വിഷമാവില്ല. കുറ്റബോധം ഉണ്ട്, ആ ജാതി സന്ദർഭത്തിലാ വരിക. ആ സനസ്ഥാനോട് അടങ്ങി നിൽക്കണം. ഒന്നുകൂടി, മൻ റദ്ദാൻ മുസ്ലിമിൻ മൻ റദ്ദാൻ നിർലി അഹീഹി ഫി ഗൈബിഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമിൽ ഖിയാമ. ഈ ആശയത്തിൽ വരുന്ന ഹദീസുണ്ട്. പദങ്ങൾ തെറ്റിയോ സംശയമുണ്ട്. ഒരു കൂട്ടുകാരൻ സ്ഥലത്തില്ലാതിരിക്കുമ്പോ, സദസ്സിലില്ലാതിരിക്കുമ്പോ അവന്റെ അഭിമാനം കാക്കാൻ വേണ്ടി നിങ്ങൾ പ്രതിരോധിച്ചാൽ നിങ്ങളെ മുഖത്തിൽ നിന്ന് അല്ലാഹു നരകം കാക്കുന്നു. വേറൊരുത്തന്റെ അഭിമാനം നിങ്ങൾ കാത്തു, എങ്ങനെ? ഇല്ലാത്ത നേരത്ത്. എന്നാല് നിങ്ങളെ മാനം പടച്ചവൻ കാക്കുന്നു. അവൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യം അള്ളാഹു റസൂലിന്റെ. നമ്മളിപ്പോ ഇവിടെ ഇരിക്കല്ല, നമ്മൾ ഇല്ലാത്ത ഒരാളെ സങ്കല്പിക്കും. ഇവിടെ നമ്മൾ 4 ആൾ ഇരുന്നിട്ട്, അവൾ 5 ആൾ ഇരുന്നിട്ട് അവനെപ്പറ്റി അവന്റെ മാനം കെടുത്തുന്ന എന്തോ സംസാരം, അവന്റെ മാനം ചോദ്യം ചെയ്യുന്ന എന്തോ വർത്തമാനം പറയുമ്പോൾ അങ്ങനെ നല്ല കൂട്ടരെ സംഗതി, അത് ഇങ്ങനെയാണ് സംഭവിച്ചത്, അയാൾ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല എന്നത് തടുക്കൂ നിങ്ങൾ. എന്നാല് നിങ്ങളെ മുഖത്ത് നരകം വരുന്നത്, തീ വരുന്നത് ഞാൻ കാത്തോളാം, കാക്കും പടച്ചവൻ കാക്കും എന്ന് വെച്ചാൽ എന്റെ അർത്ഥം മനസ്സിലായില്ലേ? നിങ്ങൾ മറ്റൊരാളുടെ അപമാനിക്കുന്നില്ലെങ്കിൽ കൂടി ആരെങ്കിലും മറ്റൊരുത്തൻ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കേണ്ട ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. പറഞ്ഞോട്ടെ, ഞാനല്ലല്ലോ, കേൾക്കാൻ രസമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കേട്ടിരുന്ന് കൊടുക്കില്ല. മറ്റോടത്ത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോ അത് കേട്ടിരുന്ന് കൊടുക്കില്ല. അത് ശരിക്കുണ്ടാവാറുണ്ടല്ലോ, പലപ്പോഴും ശരിക്കുണ്ടാവാറുണ്ട് ഈ സാഹചര്യങ്ങൾ. അതായത് സ്ഥലത്തില്ലാത്ത ഒരാളുടെ പറ്റി മോശമായ ഒന്നും പറഞ്ഞുകൂടെ ഇരിക്കട്ടെ, നമ്മുടെ സംസാര പോതലല്ലോ. അപ്പൊ മാനം കെടുത്തുകയാണ്. എന്താണെന്നറിയാൻ ഇത്ര ഗൗരവം കാണാൻ കാരണം ഒരു തന്നെ മാനം. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ റസൂല് ഹജ്ജത്തുൽ വദായിൽ അവസാനത്തെ അന്ത്യോപദേശങ്ങൾ നൽകുക. ആ സമയത്ത് പറഞ്ഞ വാചകങ്ങളാണല്ലോ ഇതൊക്കെ. മാനം കാക്കണം പരസ്പരം. എത്ര നിങ്ങളൊക്കെ മാനത്തിന്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഉണ്ട് അഭിമാനം. അത് നാട്ടിലെ എരപ്പനാവട്ടെ, ഒന്നുമല്ലാത്തവനാവട്ടെ, അവനുണ്ട്. ഒരു യാചകനാവട്ടെ, അവനുണ്ട് അവന്റെ അഭിമാനം. അവൻ രാവിലെ ഉച്ചക്ക് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം വാങ്ങിപ്പോയി നിങ്ങളില്ലപ്പോ, പിന്നെ വൈകുന്നേരം പിന്നെയും വന്നിരിക്കുകയാണ് അവന് നിങ്ങളില്ലാത്ത വേറെ നേരത്ത്. ഇതറിയുന്ന മനസ്സിലാക്കിയാൽ നിങ്ങൾ അവന്റെ മാനം കെടുത്തത് യാചകനാണവൻ. അവന്റെ മാനം കെടുത്താണ്. ഇയല്ലേ രാവിലെയും വന്ന് ഉച്ചക്കും വന്ന് ഇനി വരൂലെന്ന് പറഞ്ഞ് പോയതല്ലേ എന്ന് പറയണ്ടില്ല. ഇവൻ തന്നെയാണാ വന്നത്, നമുക്കറിയാം. എന്നാലും നിങ്ങൾ എവിടെയാണ്, എപ്പോഴാണ് വന്ന്? ശരി, നിങ്ങൾ ആദ്യം വരാന്ന് ഇവിടെ അല്ലേ? ശരി, എന്നാ പോയിക്കോളി. ഇതാണ് നമ്മളെന്താ ചെയ്യാ? നിങ്ങളെന്ന് പറഞ്ഞത് യാചകന് മാനുണ്ടോ? ഇല്ലാന്നല്ലോ ഒറ്റവാടിക്ക് ഉത്തരം കിട്ടുക. യാചകന്മാർക്ക് അഭിമാനമുണ്ടോ? അഭിമാനം ഇല്ലാത്തതുകൊണ്ട് അവനങ്ങനെ നടക്കണെന്നാ. അള്ളാഹ്ക്ക് വല്ല താമസമുണ്ട് നമ്മളൊക്കെ അക്കോലത്തിലാക്കാൻ? പടച്ചോൻ കാക്കട്ടെ എന്ന് പറയില്ല നോക്കിങ്ങള് ജീവിതത്തിൽ. എന്നിട്ട് നമുക്ക് അവന്റെ മുന്നിൽ മാനല്ല, കുട്ടിക്ക് മാനല്ല, പെണ്ണിന് മാനല്ല, ഓരോരുത്തരും നിൽക്കണേന്റെ താഴെയുള്ളവർക്ക് മാനല്ല എന്നാ കണക്കൂട്ടില്. ഓരോരുത്തരും നിൽക്കുന്ന ഒരു സ്റ്റേജിലെ നാട്ടില് അവൻ കണക്കാക്കല് അവന്റെ താഴെയുള്ളവർക്കും മാനത്തിന്റെ പ്രശ്നമില്ല, എനിക്കേ മാനുള്ളൂ എന്നാ. എന്നിട്ട് മറ്റുള്ളവരെങ്ങനെ ഇടിച്ചു താഴ്ത്തുകയും മോശമാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. തീരുമാനിക്കാനുള്ള എന്താ? ആ ജാതി സ്വഭാവങ്ങൾ ചെയ്യുന്നവർക്ക് നാശം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഓർമ്മിക്കാനുള്ള എന്താ? മനസ്സ് നോക്കുക. നിങ്ങൾ പറയുന്നത്, മറ്റൊരുത്തനെ പറ്റി പറയുന്നത് അവന്റെ മനസ്സ് വേദനിപ്പിക്കാനാ നാ പറയരുത്. കാരണം മേല് വേദനാക്കിയാൽ ഒഴിഞ്ഞുകൊടുത്താലോ കുഴമ്പിട്ടാലോ മാറും, മനസ്സ് വേദനാക്കിയത് അങ്ങനെ കെടുക്കും. അത് തന്നെ നിങ്ങൾ ഒരുത്തിനെ പറ്റി പറഞ്ഞൊരു വാക്ക്, ഒരു 10 ആളെ മുന്നിൽ വന്ന് പറഞ്ഞൊരു വാക്ക്, അവനെ വേദനിപ്പിച്ചൊരു വാക്ക്, നിങ്ങൾ കയറി വന്നാ പശ്ചാത്തപിക്കുക, അള്ള പുറത്തു വരും, അവരോട് മാപ്പിനെ പറയാം. പക്ഷെ അത് കേട്ടവരോടൊക്കെ പോയിട്ട് നിങ്ങൾ പറയല്ലോ ഞാൻ പറഞ്ഞത് ഉണയെന്ന്. സാധിക്കല്ലോ. നമ്മളൊരാളെ അപമാനിച്ചു കുറ്റപ്പെടുത്തി നിൽക്കുക ഒരു 10 ആളെ സദസ്സെന്ന് നമുക്ക് കുറ്റബോധം തോന്നിയാൽ ആ 10 ആളെ തെരഞ്ഞു നോക്കി പറയലുണ്ട്. സാധിക്കല്ലോ, നമുക്കത് സാധിക്കൂല. എഴുതി വിട്ടു നിൽക്കുക കടലാസിൽ, നമുക്കത് സാധിക്കും. വായിക്കുന്നിടത്തൊക്കെ പോയിട്ട് ഞാൻ എഴുതി ശരിയില്ല എന്ന് പറയാൻ. അതുകൊണ്ടാ പറഞ്ഞു നടക്കരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവതരമായ കാര്യം പറയാൻ കാരണം. അപ്പോ പായ തുറക്കുമെന്ന് ശ്രദ്ധിക്കുക. മറ്റവനെ വിഷമിപ്പിക്കാനാ മാനസികമായി പറയാതിരിക്കുക. എന്തിനാണ് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? നമുക്കും ഉണ്ടാവില്ലത്, നമുക്കും അങ്ങനെ തന്നെയല്ലേ.
രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകുന്നിടത്തുനിന്നും ജോലി ചെയ്യുന്നിടത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് വീട്ടിലെത്തിയപ്പോഴൊക്കെ ഈ ജാതി കുറെ വാക്കുകളാ കേൾക്കേണ്ടി വന്ന മരിച്ചിട്ടേ മതി ഇരുന്നു. ആകെ ഒരു നല്ല കാര്യത്തിനായിട്ട് പുറപ്പെടാൻ നിൽക്കി നിങ്ങള്. ഒരു നല്ല കാര്യത്തിന് ആ പോണ വയ്ക്കുന്ന ഈ ജാതി 2 വർത്താനം കിട്ടി ആകെ തകർന്നു നമ്മള്. ശവനം പഴിച്ചു എന്നല്ല ഞാൻ പറയുന്ന അർത്ഥം, ആകെ തകർന്നു മാനസികമായി നമ്മള്. നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ മറ്റുള്ളവരെ പറ്റി പറയാൻ നടക്കുന്നു. അതുപോലെ തന്നെ ആരെയും അപമാനിക്കാതിരിക്കുക, മറ്റുള്ളവന്റെ മാനം പരമാവധി ശ്രദ്ധിക്കുക. അതൊക്കെ ഇപ്പൊ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ അല്ലേ, നമ്മളൊക്കെ അങ്ങനെ പല കമ്മിറ്റികളും മെമ്പർമാര്. നമ്മളെ പ്രസിഡന്റ് ഒരു പക്ഷേ സുഖമായി കട്ട് കാണും, നമുക്കറിയാം. അത് അംഗങ്ങളത് അറിയില്ലെങ്കിൽ നമ്മൾ അതിൽ വിഴുപ്പലക്കരുത്. അത് നമ്മൾ അയാളെ നോക്കി എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഇത്ര പൈസ കിട്ടുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ ഞാൻ ഈ കമ്മിറ്റി യോഗത്തിൽ പറയാത്തത് നിങ്ങളെ മാനം കളയണ്ട വിചാരിച്ചിട്ടാ. മര്യാദക്ക് ആ പൈസ അവിടെ വെച്ചോളൂ, ഇല്ലെങ്കിൽ അടുത്ത കമ്മിറ്റി യോഗത്തിൽ നിങ്ങളെ മാനം കളയും എന്ന് അയാളോട് നിങ്ങൾ സംസാരിച്ചോളൂ. നമ്മളെന്താ പറയാ, വരട്ടെ യോഗത്തിന് വരട്ടെ, ഞാൻ മനസ്സിലാക്കിയാണ്. നോക്കൂ, നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ഒരു നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുകയാണ്, ഒരു കാര്യത്തിൽ ഒരുമിച്ച് നീങ്ങുക. അതൊരു ഭേദപ്പെട്ടവനെ കണ്ട് നമ്മൾ പ്രസിഡന്റ് ആക്കുക. എന്നിട്ട് ആ പ്രസിഡന്റിന് വീഴ്ച വന്നാൽ അയാളെ മാനം എല്ലാരും കൂടി കളയാ, എന്നിട്ട് അയാളെ പുറത്താക്കിയും. നോക്കൂ നിങ്ങൾ, ഇത് സാധാ 10 ആളുള്ള ഒരു കമ്മിറ്റി, ഒരു സ്പോർട്സ് ക്ലബ്ബ് മുതൽക്ക് വലിയ വലിയ കമ്മിറ്റികൾ വരെ സംഭവിക്കുന്ന കാര്യം. അത് റിലീഫ് ഫണ്ട് എവിടെ രൂപീകരിച്ച അവസാനം വലിയ വലുതൊക്കെ ആണെങ്കിൽ സാധാരണ ഞാൻ പറയുന്നില്ല, അവസാനം ഇവര് പറഞ്ഞ് തല്ലുകൂടലാണ്. ഇജ്ജ് അത്ര എടുത്തില്ല ഇത്ര എടുത്തില്ല എന്ന് പറഞ്ഞു. പിരിവ് എത്ര ശതമാനം ഒരു വെച്ചതിൽ ഒരു തല്ലു. ഒരുമിച്ച് നാട്ടിന് പിരിവിന് വന്ന പല വൈക്കാ നാട്ടിൽ തിരിച്ചെത്തല്. കാരണം ഇത് പ്രശ്നം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് അത് പരസ്പരം പറഞ്ഞിതാക്കി തകരാറാക്കുന്ന സ്വഭാവം വിശാലമാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോ അവർക്ക് നാശമാണ്, ആ ജാതി പണി ചെയ്യുന്നവർക്ക് നാശം. എന്താണ് ഈ നാശം? നാശം പരലോകത്ത്. അവിടെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്. നാശം പരലോകത്ത് അല്ല, നാശം ലോകത്തുണ്ടാവും. അതെന്താണെന്നറിയോ? ഇതിന്റെ ഒക്കെ ശിക്ഷകൾ ഇത്തരം കാര്യങ്ങളെ പറ്റി എന്റെ അഭിപ്രായമല്ലേ, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ശിക്ഷ വെറും പരലോകത്തേക്ക് മാത്രമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇമാം മൊസാലി റഹ്മത്തുള്ളാഹി പോലെയുള്ളവരാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മയിൽ. അതുപോലെ പലരും ഈ തരം കാര്യങ്ങളെപ്പറ്റി, സ്വഭാവ ഗുണങ്ങളെ പറ്റി സംസാരിക്കുന്നിടത്ത് പറയുന്നൊരു വാചകമുണ്ടല്ലോ, അവർ വിശദീകരിക്കാറ് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം, ഈ തരം തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷ ഇവിടുന്ന് തന്നെ കുറെ അനുഭവിക്കേണ്ടി വരുന്ന. അവർ പറയാറുള്ള ഉദാഹരണം എന്താ അറിയോ? നിങ്ങളുടെ മാതാപിതാക്കളോട് കുരുത്തക്കേട് ചെയ്തു നോക്കൂ, നിങ്ങളെ മക്കൾ നിങ്ങളോട് കുരുത്തക്കേട് അത് ഇവിടുന്ന് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ അതിനൊരു പരലോകത്തിലെ നരകം മാത്രമല്ല നിശ്ചയിച്ചിട്ടുള്ളത്, ഇവിടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ആ വാചകങ്ങൾ പലപ്പോഴും സത്യമുണ്ടെന്ന് ജീവിതത്തിൽ പലരുടെയും രംഗം കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടലുണ്ട്. അയാൾ ഇപ്പൊ നല്ല മനുഷ്യനാണ്, എന്നിട്ട് എന്താ അയാളെ മക്കൾ ഇങ്ങനെ വല്ലാതെ ചിന്തിക്കുമ്പോഴാണ് അയാളെ മാതാപിതാക്കളോട് അങ്ങനെ ചെയ്തിരുന്നു. നിങ്ങൾ അയൽവാസികളോട് ദ്രോഹം ചെയ്യുന്നോ, പരലോകത്തൊരു നരകം മാത്രമല്ല കിട്ടാൻ പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസികളുടെ മാത്രം പെരുമാറ്റം കിട്ടുന്നു. അത് ഇവിടെ തന്നെ അതിന്റെ ഒരു തൂക്കൊപ്പിച്ച് പോകലുണ്ട്. നാശം എന്ന് പറഞ്ഞാൽ പരലോകത്തെ നരകം മാത്രമല്ല ഇവിടെ ഉണ്ടാവുന്നു. എവിടെയും അങ്ങനെ ഏത് രംഗത്തും അത് തിരിച്ചു വരും. അപ്പൊ നാശം ഒരു പരലോകത്തിലെ നരകം മാത്രമല്ല ഇവിടെ അനുഭവിക്കുന്നു. അത് കൂടുതൽ തെളിവ് വേണോ? അങ്ങനെ അനുഭവിച്ചില്ലേ? ഉണ്ട്. തിരിച്ചു നല്ലത് നന്മ അതേമാതിരിയാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ, നമ്മൾ ഒരാളെ അപരിചിതനായ ഒരാളെ പറ്റി ആരൊക്കെയോ ഇങ്ങനെ മാനം കെടുത്തി സംസാരിക്കുമ്പോൾ എന്തിനാ നിങ്ങൾ അയാളെ വെറുതെ ആളെ രക്ഷ കുറവാക്കുന്നത്? പോയിക്കോട്ടെ. ഒരു 10 ആള് കൂടി നിന്നിട്ട് ഇവൻ ചായപ്പീടിയെ കയറി ചായ കുടിച്ചിട്ട് വേറൊരു ബില്ലും കൊടുത്തു പോന്നു. ഇവന്റെ ബില്ലല്ല വേറെ ബില്ല്, വലിയ സംഖ്യക്ക് ബില്ല് കുടിച്ചിട്ട് ചെറിയ സംഖ്യന്റെ ബില്ലും കൊടുത്തു പോന്നു. സംഗതി പക്ഷെ സത്യവും. എന്നിട്ട് എല്ലാരും കൂടി ഇട്ടിട്ട് അയാളങ്ങനെ അങ്ങാടിയിലിട്ട് സംസാരിച്ച് പെരുമാറി എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവന്ന ഒരു പെരുമാറ്റമില്ലേ? നിങ്ങൾ അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നോക്കൂ. ഇതുപോലെ നിങ്ങൾ തിടുങ്ങി നേരത്തെ നിങ്ങൾ ആരെങ്കിലും രക്ഷപ്പെടുത്തു, നിങ്ങളോ? അല്ല, എന്തിനാണ് അയാളെ ഇതാക്കുന്നത്? കൂലി നിറണം. ഇത് ദുനിയാവിലുണ്ടാകണം. നമ്മളെ നാട്ടിലെ നോമ്പ് തുറക്കുമ്പോഴുള്ള പെരുമാറ്റമില്ലേ? പരസ്യമായി നോമ്പ് തുറന്നാൽ ആളുകൾ ചെയ്തിരുന്ന ഒരു പെരുമാറ്റം എന്താണ്? ആൾക്കാർ ചെയ്തിരുന്നത്, അയാളെ വിളിച്ചുകൊണ്ടിട്ട് അങ്ങാടി കൂടെ കുട്ടികളെല്ലാം ഏൽപ്പിച്ചിട്ട് പാട്ടും ബഹളമൊക്കെ ഇട്ട് കൊണ്ടു നടക്കുക, പിന്നെ ചെണ്ട മുട്ടി കൊണ്ടു നടക്കുക. പരസ്യമായി നോമ്പ് തുറക്കാൻ പാടില്ലായിരുന്നു. സംഗതി ഉദ്ദേശം നല്ലത് തന്നെ. പക്ഷെ ചെയ്തിരുന്ന പണി എന്താ? എല്ലാരും കൂടി റമദാൻ മാസമായിട്ട് വലിയൊരു പാതകം ചെയ്യില്ലായിരുന്നു. വലിയ മനുഷ്യന്മാരെല്ലാരും കൂടിയിട്ട് അവനെ കൂക്കി കൊണ്ടുപോയിട്ട് പെരയെ കൊണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ചിത്രം ഉണ്ടായിരുന്നല്ലോ സാധാരണഗതിയിൽ. നിങ്ങൾ ആ തരം വിഷണ്ണനായി നിൽക്കുന്ന ആ രംഗത്തുള്ള അയാളൊന്ന് രക്ഷപ്പെടുത്തി നോക്കൂ. നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ പലരും ഉണ്ടാവാറുണ്ട്. വലിയ വലിയ മനുഷ്യന്മാരെങ്ങനെ ആൾക്കാരിങ്ങനെ വരിട്ട് തല്ലുന്ന രംഗമുണ്ടായില്ലേ? വെറുതെങ്കിലും എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അയാൾ എന്തോ ഒരിത്തിരി പൈസ കൊടുക്കാൻ ബാക്കിയുള്ളതാവും, ഒരു 100 രൂപ കൊടുക്കാൻ ബാക്കിയുള്ളത്. സാധുവാവും മനുഷ്യൻ. കണ്ടില്ല ഞങ്ങള് അങ്ങാടിയിലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അയാളെ കുടുംബം അത്ര കരുപ്പെട്ട കുടുംബമൊന്നുമല്ല, അയാൾക്കത്ര കാര്യപ്പെട്ട മക്കളൊന്നുമില്ല. എങ്കിൽ അയാളെ നടു റോട്ടിലിട്ട് തല്ലും കുറെ ആൾക്കാർ കൂടിയിട്ട്. എന്നാ നാട്ടുകാരെല്ലാം നോക്കിക്കും, ഒരു തല്ല് വെറുതെ കാണാൻ കഴിഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ട്
ഒരാണ് എഴുന്നേറ്റ് നിന്നിട്ട് വിട്ടാലിടാ എത്ര കാശാ തരാള്, അതിനൊക്കെ വഴി ഉണ്ടാവില്ലേ, തച്ചുകൊണ്ട് കാശ് കിട്ടുമോ എന്ന് പറയാൻ പലപ്പോഴും ചങ്കൂറ്റം കാണില്ല. നമ്മൾ കാണിക്കല്ലോ. നമ്മളൊക്കെ എത്ര നിസ്സംഗരാന്നറിയോ. എന്തിനാ വെറുതെ ആരാന്റെ കാര്യത്തിൽ തലയിടാൻ പോണത്? അത് ഉമ്മ പോരുമ്പോ പറഞ്ഞു, പെണ്ണുങ്ങളും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇല്ലാന്ന് തീരുമാനിക്കലേ. നമ്മളത് മനസ്സിൽ കണക്കൂട്ടി വെക്കി. നാട്ടിൽ നടക്കല്ലേ, ഇഷ്ടം പോലെ നടക്കല്ലേ. ഞാനൊക്കെ വരുന്ന പ്രദേശങ്ങൾ അങ്ങനെ തന്നെ പറയട്ടെ. അതിനടുത്തൊക്കെ പല കാര്യത്തിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങാടിയിലൊക്കെ പോയി നോക്കിയാ മിക്കവാറും ഒരു തല്ല്, ഒരു മിനി തല്ലെങ്കിലും എവിടെയെങ്കിലും നടക്കല്ലാവും. അത് സംഭവം വിളിച്ച് വർത്താനം വിചാരണൊക്കെ നടത്തുന്ന കേട്ടാ തോന്നും ഒരുപക്ഷെ അവര് നാട്ടിലെ വളരെ മാന്യന്മാരായ മനുഷ്യന്മാരാവും. എന്നിട്ട് എന്തെങ്കിലും ഒരു മീനിന്റെ പൈസ കൊടുക്കാനുള്ളതിന്, മുമ്പ് ചായ പിടിച്ച വകയിൽ കൊടുക്കാനുള്ളതിന്, അല്ലെങ്കിൽ എന്തോ ഒരു മരം പിച്ച വകയിൽ എന്തോ ഇത്തിരി പൈസ കൊടുക്കാനുള്ളതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ, കല്ലന്മാരായ കുറെ മനുഷ്യന്മാരെ പിടിച്ചിട്ട് ജനകീയ വിചാരണല്ലേ ഇത് തന്നെ. എന്നിട്ട് ശരിക്കും നടത്തുക. എന്നിട്ട് ഇയാളിങ്ങനെ വിഷണ്ണനായി വെള്ളം ഇറക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിർത്തണ്ട്. അയാൾക്ക് പറഞ്ഞാൽ വാക്കിട്ടൂല, കാരണം ആള് മാന്യനാണ്, നാട്ടുകാർ കൊടുക്കാനുള്ളത് സത്യമാണ്. എന്നിട്ട് ഇങ്ങനെ കിടന്ന് വിഷണ്ണനാവുമ്പോ ഒന്ന് പോയി രക്ഷപ്പെടുത്തി നോക്കൂ നിങ്ങൾ അയാളെ ആ മാനത്തുനിന്ന്. കാരണം അയാളെ മാനം കെടുകയാണ്, ആകെ തകരൂല മനുഷ്യന്മാര്. അപ്പൊ ആ ജാതി സന്ദർഭങ്ങൾ രക്ഷപ്പെടുത്തുക കൂടി വേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. അത് ആയത്തിന്റെ വാക്കെന്താ അറിയോ? അല്ലത് ഈ ജമാ മാലന്മാരെത്താന്നാ. ഞാൻ അവിടെ വിശദീകരിക്കാൻ, കാരണം എനിക്ക് നീ വിശദീകരിക്കാനില്ല, സമയത്തിന് നിർത്തിക്കോളാം ഇൻഷാ അല്ലാഹ്. അല്ലത് ഈ ജമാ മാലൻ, ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി, മാല് ധനം. അവൻ ധനം ഒരുമിച്ച് കൂട്ടുകയും വഅദ്ദദഹു അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്തവനാണ് എവൻ. അന്യരെ കുറവാക്കുകയും അന്യർക്ക് കുത്തുവാക്കുകൾ പറയുകയും ചെയ്തവനില്ലേ, അവൻ ആരാ? അവൻ പണം സ്വരൂപിക്കുകയും പണം എണ്ണിക്കണക്കാക്കുകയും ചെയ്തവനാണ്. അതിനർത്ഥം അവര് മാത്രമേ പണി ചെയ്യുള്ളൂ? അല്ല, അവരാണ് പൊതുവെ ഈ പണി കൂടുതൽ ചെയ്യാന്നുള്ളതുകൊണ്ടാണ് അവരെ പറ്റി പറയാൻ കാരണം. സാധാരണ അന്നന്നത്തെ നിത്യവൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുകയും അന്നന്ന് കിട്ടിയത് കൊണ്ട് അവനാന്റെ കുട്ടികളെയും കൂട്ടി ജീവിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരനായ മനുഷ്യല്ലേ, അവനെവിടെ മറ്റോരെ കുത്തുവാക്ക് പറയാനും കുറ്റം പറയാനും നേരം? അവൻക്കറിയാം ഞാൻ താന്നോനാണ്, മോശക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവന് മെകക്കേണ്ട ഒരു ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കാൻ പോകും, കിട്ടിയ പൈസക്ക് മീനും വാങ്ങി വന്ന് കിടന്നുറങ്ങി, റേഷനും വാങ്ങി കിടന്നുറങ്ങാന്നല്ലാതെ ഇവനെവിടെ ഒഴിഞ്ഞിരിക്കാൻ നേരം? ഇനി ഇവൻ മറ്റോരെ പറ്റി വല്ല കുത്തുവാക്കും പരിഹാസം പറഞ്ഞാൽ കേൾക്കാൻ ആരെയും കിട്ടൂല. ആർക്കും അതിനൊക്കെ നേരം ഒഴിവും കിട്ടുക? പൈസ കയ്യിലുണ്ടാകുക, നാളത്തെ റേഷനെ പറ്റി ബേജാറില്ലാതെക്കുക, അത്യാവശ്യം നികപ്പ് വരുന്ന നേരത്താണ് താനാളൊക്കെ നികന്നോ മറ്റുള്ളവരൊക്കെ മോശക്കാരാന്നുള്ള വികാരം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ശരിക്കും കാണുന്ന ചില മനുഷ്യന്മാരുണ്ട്, കഞ്ഞിന്റെ വെള്ളം കുടിക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെട്ട് നടന്നിട്ട് അവസാനം അള്ള തൗഫീക്ക് ചെയ്തിട്ട് ലേശം മെച്ചുണ്ടാവുമ്പോൾ കാണാം സകലം മറന്ന് പെരുമാറും. സകലം മറന്ന് പരിഹസിക്കുന്ന കാണാം ആളുകൾ. യാചകന്മാരോ ചോദിച്ചു വരുന്ന ആൾക്കാരോ ആവട്ടെ, അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന കാണാം. കേസും കൂട്ടുണ്ടാക്കി നടക്കലില്ല, വെറുതെ ഒരു കേസ് ഉണ്ടാക്കല്. പൈസ ഉണ്ട്, വെറുതെ കേസൊക്കെ കൊടുത്ത ആൾക്കാര്, മാന്യന്മാരായ ആൾക്കാരെ വെറുതെ കോടതിക്കൊക്കെ നടത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയാൽ തന്നെ അത്യാവശ്യം ഒരുത്തന്നെ മാനം പോകുമല്ലോ സാധാരണ നമ്മളെ നാട്ടില്. അവിടുത്തെ SIക്ക് കുറച്ച് പൈസ കൊടുത്തൊന്ന് ചോദ്യം ചെയ്താൽ ഏതാണ്ട് എരപ്പാവും ചെയ്യും. അതിന്റെ ഹാലേതാണല്ലോ നമ്മളെ നാട്ടില്. അപ്പൊ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ആളുകൾ കാണാം. എപ്പോഴാ അതൊക്കെ തോന്നലറിയോ? പൈസ ഉണ്ടാവുമ്പോ. അതാ ഖുർആൻ പറഞ്ഞ് പൈസ ഉണ്ടാവുമ്പോ. നമുക്ക് പഠിക്കാനുള്ള എന്താ അറിയോ? സാമ്പത്തികമായി ഇത്തിരി കഴിവ് അള്ളാഹ് നമുക്ക് നൽകുന്ന സാഹചര്യങ്ങളിൽ അള്ളാഹ്ക്കതിന് നന്ദി ചെയ്യാന്നല്ലാതെ നമ്മളെക്കാളും ബാക്കിയുള്ളവരെന്നുള്ള വിചാരം ഉണ്ടാവണ്ട. നമ്മളെക്കാളും പൈസ ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. ചില കുട്ടികളൊക്കെ കാണണം, ബാപ്പാരെ വരെ വിലക്കല്ല. ബാപ്പന്റെ തന്നെ വിളിക്കുന്ന പറഞ്ഞാൽ ഓനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത് സത്യല്ലത്, ഇല്ലാത്തത് പറയാം. സ്വന്തം പിതാവ് ഇപ്പൊ ബാപ്പാക്ക് പൈസ ഇല്ല, നേരാ, ബാപ്പ താമസിക്കുന്ന വീട് ചെറുതാ, ഒക്കെ ശരിയാ. പക്ഷെ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാകുമ്പോഴേക്ക് ബാപ്പന്റെ തന്നെ വിളിക്കണമെന്ന് പോയി പറഞ്ഞാൽ അപ്പോഴത്തെ പ്രതികരണം എന്താ അറിയോ? തമാശയും കാര്യമായിട്ട് മറ്റൊരുത്തരോട് പറയാൻ പറയും, ഓനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നൊക്കെ ബാപ്പാനെ പറ്റി. ബാപ്പ വിളിക്കുന്നോ, ഞാനിപ്പോ വരാന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ഇത് വരും, ഇതെല്ലാം കൊടുക്കേണ്ടത്രോ, എത്ര ആയാലും ബാപ്പല്ലേ. എന്നിട്ട് പ്രതികരണം കാണട്ടെ നിങ്ങൾ, തീരെയില്ലാത്ത ഹാല്. അതെന്തോ ഈ അർത്ഥമില്ലാത്തവൻ അർത്ഥം കിട്ടിയാലും അർദ്ധരാത്രിക്ക് ഒഴിവിടിക്കുന്നതാണല്ലോ, ആ പെരുമാറ്റം വല്ലാതെ കാണല്, വല്ലാതെ. അതാ ഖുർആൻ പറഞ്ഞത് പണം ഉണ്ടാക്കിയത്. ഇന്ന് ഖുർആന്റെ അടുത്ത വാചകം നോക്കൂ. യഹ്സബു അവൻ വിചാരിക്കുന്നത്, അന്ന മാലഹു അവന്റെ ധനം, അഖിലദഹൂൻ അഖിലദ ഖാലിദ് ശാശ്വതം എന്നുള്ള വാക്കാ. അഖിലദ ശാശ്വതമാക്കിന, അവന്റെ ധനം അവനെ ശാശ്വതമാക്കിയിരിക്കുന്നു എന്നാണ് അവൻ കരുതുന്നത്. എന്ന് വെച്ചാൽ പൈസ ഒക്കെ അങ്ങനെ ഉണ്ടാക്കി ഒരുമിച്ച് കൂട്ടിയിട്ട് എണ്ണിക്കണക്കാക്കുക. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചില്ല പ്രയോഗം? പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ല, എല്ലാവരിലും കാണുന്ന സ്വഭാവം എണ്ണി നോക്കല്. ഇപ്പൊ എത്ര ഉണ്ട് അക്കൗണ്ടിൽ, ഇപ്പൊ മറ്റേ അക്കൗണ്ടിൽ എത്ര ഉണ്ട്. കുട്ടിക്കാലത്ത് നോക്കി നിങ്ങള് പെരുന്നാക്കോ അല്ലെങ്കിൽ ആരും വിരുന്ന് വന്നിട്ടോ 5 പൈസ 10 പൈസ ആയിട്ടെല്ലാം കൂടി കിട്ടിയാല് ഇത്ര പ്രാവശ്യം കുട്ടികളെ കണ്ടല്.
ഇന്റെ അടുത്ത് എത്ര ഉണ്ട്, അന്റെ അടുത്ത് എത്ര ഉണ്ട് പറഞ്ഞാലും കൂടി പട്ടാളത്തിൽ ഉത്തരം കാണാം. കണ്ടില്ലേ? അത് ആ ചെറുപ്പത്തിലേ ഉള്ള ശ്രദ്ധയാണ്. പൈസ അങ്ങനെ കിട്ടിയാൽ പിന്നെയും എണ്ണി നോക്കി കൊടുക്കാം. ഖുർആന്റെ പ്രയോഗങ്ങളൊക്കെ അങ്ങനെ അതോ ഇങ്ങനെ എണ്ണി നോക്കും ചെയ്യാം. ഇന്റെ അടുത്ത് അത്യാവശ്യം ഇത്ര ഉണ്ടല്ലോ. പിന്നെ അങ്ങ് മൂപ്പരാ ഇരുത്തങ്ങനെ ഇരിക്കുമ്പോഴാവും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പോരില്ല, അസ്സലാമു അലൈക്കും ഇവരാണ് നോക്കിയില്ല. എന്നിട്ട് പിന്നെ ആട് പോയതിന്റെ ശേഷം പറയും ഓന്റെ ഒരു സലാം. ആർക്കാ ഓന്റെ ഒക്കെ സലാം വേണ്ടേ? എവിടെ ഇരിക്കണെന്നറിയോ? ഇപ്പം പെട്ടിമേലോ അല്ലെങ്കിൽ വല്ല റേഷൻ ഷാപ്പിന്റെ പെടിമേലോ അല്ലെങ്കിൽ ഹോട്ടലിലോ എവിടെയൊക്കെ ഇരിക്കുക. പിന്നെ ആചാര്യ നിങ്ങൾ എങ്ങോട്ടെ പോണ് എന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് ഒരു നോട്ടം തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ പോരണോന്ന് ചോദിക്കും. ചിലപ്പോ മേലോട്ട് അവർക്ക് യാത്ര പോവുകയാണെങ്കിൽ ഒരുമിച്ച് അയൽവക്കൊക്കെ ആണെങ്കിൽ കൂട്ടുകാർ വിളിക്കും. പ്രായമുള്ള ആൾക്കാർ തന്നെ നിങ്ങൾ പോരണോ എന്ന് ചോദിച്ചാൽ അയാളെ മറുപടി എന്താ അറിയോ? ഞാൻ എന്റെ ഒപ്പം ഇങ്ങോട്ട് പോകുന്നത്, എന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്താണ് ആ പ്രതികരണമൊക്കെ എന്നറിയാം. ഇതൊക്കെ എന്തിന്റെ വർത്താനാ? ഇതേ അർത്ഥം. ഈ ആളെ അപമാനിക്കാം. അപ്പോ മറ്റോ ആളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിന് കുറച്ച് ആൾക്കാർ ചിങ്കിടികൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഏത് ധനികന്റെ കൂടെ ഇല്ലാത്ത അങ്ങനത്തെ ഒരു ധനികനെ കളിച്ചിരിങ്ങള്. എന്നാ പിന്നെ അയാൾ ധനികനാന്നുള്ള പേര് അറിയാഞ്ഞിട്ടോ അതുണ്ടാകും കുറച്ച് ആൾക്കാർ. അയാളിപ്പോ അർദ്ധരാത്രിക്ക് ഇങ്ങനെ പകലാന്ന് പറഞ്ഞാൽ പകലാണ് മുതലാളി എന്ന് പറയുന്ന ഓരോ ആൾക്കാരുണ്ടാവും. പോലെ അതുകൊണ്ട് ജീവിക്കുകയാണ് ഈ വിവരം കെട്ടവനെ കൊണ്ട്. അപ്പോ ആ ജാതി കുറെ ആൾക്കാർ സഹകരിക്കാണ്. നിങ്ങൾ കണ്ടില്ല നാട്ടിൽ കാണാം. വളരെ പ്രായമുള്ള മനുഷ്യന്മാര് പിന്നെ വളരെ ഈ റമദാന്റെ ഒക്കെ കാലത്ത് സാമ്പത്തിക സഹായമൊക്കെ കിട്ടാൻ ഇടങ്ങേറുണ്ട്. ഓൽക്കും തന്നെ നമ്മളെ മാതിരി മാനനീറ്റ് നടക്കാൻ പൂജില്ലായിട്ടല്ല, നിക്കക്കളില്ലാതെ പട്ടിണിന്റെ ഉക്കൊണ്ട് വന്ന് ചോദിക്കാൻ പലരും. അപ്പൊ മുണ്ടൊക്കെ എടുത്ത് തൊക്കിയിൽ വെച്ച് നരച്ചുണ്ടാവും, ആകെ പ്രായമായി ഉണ്ടാവും, വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഭാരം വലിച്ച കാളകളാണൊക്കെ. ഇപ്പൊ തളർന്നിണ് അവസാനം നിക്കക്കളില്ലാതെ മരുന്ന് വാങ്ങാൻ കുരച്ചിട്ട് ഇവന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ അസ്സലാമു അലൈക്കും ഇടത്തെ ഭാഗത്തുനിന്ന് പറയും, വലത്തെ ഭാഗത്തുനിന്ന് പറയും. അതിനൊന്നും മടക്കലുണ്ടാവില്ല. അതിലെടുക്കുമ്പോൾ വേറെ ആരോടെങ്കിലും വർത്താനം പറഞ്ഞിക്കോ ഇയാളെ ഒന്ന് പരിഗണിക്കുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ വിട്ടുനിങ്ങനെ നോക്കേണ്ടി ആരെങ്ങോ അതിങ്ങനെ. എന്നിട്ട് അയാൾ അവസാനം നബിന്റെ അടുത്ത് മുമ്പ് ആ പെണ്ണ് വന്നില്ലേ, നബിയെ ഇന്നെ കൊല്ലണേ, എറിഞ്ഞു കൊല്ലണേ, ഞാൻ വ്യഭിചരിച്ചത്. അന്നേരം നബിക്കര മുഖം തിരിച്ചല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടപ്പെടാതെ. ആ രംഗം ഓർമ്മ വരും. മൂപ്പര് അങ്ങോട്ട് നോക്കുക. എന്നാ ഇയാള് വിടുവോ? ഇയാള് പള്ളിയിൽ പോകുമ്പോ ഇയാളപ്പം പള്ളിയിൽ പോകും, മൂത്രപ്പേരെ കയറിയ ഇയാളപ്പം മൂത്രപ്പേരയിലും കയറും, നിസ്കരിക്കണെങ്കിലും പിന്നെ നിസ്കരിക്കും. എന്നിട്ട് ഇയാൾ നിങ്ങളെന്താ എന്റെ പിന്നാലെ നടക്കണമെന്ന് ചോദിക്കോ? അയ്യില്ല. എന്നിട്ട് അങ്ങനെ വന്നതിന് ശേഷം ആകെ അയാള് എന്താ ഇങ്ങനെ ഈ പിന്നെ എന്തെങ്കിലും ഉപമ പറഞ്ഞിട്ട് എന്റെ പിന്നാലെ അങ്ങനെ നടക്കണേ, അനക്ക് വല്ലുണ്ട് തരില്ല എന്റെ നാട്ടിലും ഇത്രയും നേരം നടന്നതിന് കിട്ടിയ ഫലത രംഗം കാണല്ലേ? ഉണ്ട് യഥാർത്ഥത്തിലുണ്ട്. കാരണം എന്താ അറിയാം, ഇയാൾ ചിന്തിക്കണം എന്താ അറിയോ? ഈ ഒരു ആവതില്ലാത്തവന് പൈസ കൊടുത്തിട്ട് നിനക്കെന്ത് കിട്ടാനാ? ആ നേരം ആവതുള്ളതിനെല്ലാം കൊടുത്തിട്ടോ ഉപകാരത്തിന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കാലോ ചൂണ്ടലേ. അതാ ഈ വികാരം ഉണ്ടാവാറ് സാമ്പത്തികമായി ശക്തി കൂടുമ്പോഴാണ്. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാധാരണ സാധുക്കളായി വീട്ടിലൊക്കെ കടന്നു വരികയും സമാധാനത്തോടെ സംസാരിക്കുകയും ചെയ്ത സ്ത്രീകള് പിന്നെ മക്കളൊക്കെ ഗൾഫിലൊക്കെ ഒന്ന് പോയി പൈസ ഒക്കെ ഉണ്ടായി അങ്ങനെ തന്നെ പറയാ, കുറച്ച് സാമ്പത്തികമായ ശേഷിയൊക്കെ ഉണ്ടായാൽ പിന്നെ ആ തള്ളാര് പോകുമ്പോ നമ്മളൊന്ന് ചിരിച്ചു നിൽക്കുക. പരിചയത്തിന്റെ പേരില് ഒരു പരിഗണന ഉണ്ടാവില്ല. മുമ്പ് ഇങ്ങനെ കണ്ടേ ആരുണ്ടല്ലോ, നിങ്ങൾ വോട്ടും ചോദിച്ച് പെരെ പോയി നോക്കി അപ്പൊ അറിയേണ്ട ഹാല്. മുമ്പൊക്കെ സാമ്പത്തികമായി കഷ്ടപ്പാടുള്ള സമയത്ത് നമ്മളൊക്കെ വോട്ടും ചോദിച്ച് പെരെ ചെന്നാൽ മക്കളോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ നേരണ്ടോ എനിക്ക് എന്നെല്ലാം കൂടി പറഞ്ഞിട്ട് ഇരുത്തുന്ന തള്ളാര് ലേശം സാമ്പത്തികമായ ശേഷിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായാലും എന്താ അറിയോ, വോട്ട് ഇവിടെ വോട്ട്. ഇതെത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞങ്ങളുടെ നാട്ടിലെ പ്രയോഗമാണ്. ജാതി സംസാരം പറഞ്ഞിട്ട് കാണാം. അതെന്താ ആ തള്ളാൻ അത് മാറ്റാൻ കഴിയില്ലല്ലോ, കുറെ കൊല്ലായിട്ടുള്ളതല്ലേ എന്നിട്ട് പറഞ്ഞ് പ്രയോഗിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ആളുകളെ പറ്റി സംസാരിക്കുന്നിടത്തുണ്ടാകും. പലപ്പോഴും നമ്മുടെ പള്ളികളിൽ സ്ത്രീകൾ വന്നിട്ട് പെരുന്നാൾക്ക് സ്ത്രീകൾ വന്നിട്ട് തിരിച്ചു വരുമ്പോ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എന്തിനാണ് ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിക്ക് വരുന്നതെന്ന് അറിയുന്നില്ല. അവര് വന്നിട്ട് ഇതാണ് സാധാരണഗതിയിൽ പണി, കണ്ണി കണ്ട ആളുകളെ പറ്റി മതൊന്നും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. ആര്? സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ. ഈ സാമ്പത്തിക ശേഷിയുള്ള ഇവൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാക്കാന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന ആ ധനികനില്ലേ, ആ ധനികനായ മനുഷ്യന്റെ ചിത്രം നോക്കൂ. യഹ്സബു, അവനെ കണ്ടാൽ തോന്നും അന്ന മാലഹു അഖ്ലദഹു, അവന്റെ പണം കൊണ്ട് അവൻ കാലാകാലോടെ ജീവിക്കും തോന്നും അവന്റെ പെരുമാറ്റം കണ്ടാല്. ഇവനൊക്കെ ഇവിടെ ഇങ്ങനെ ആണി അടിച്ച് ഉറപ്പിച്ചിട്ട മാതിരി മരിച്ചു പോകില്ലാന്ന് തോന്നും. ഈ ആയത്തുങ്ങൾ ഇങ്ങനെ നാട്ടിൽ നടന്ന് ഊരി നോക്കി പടച്ചോൻ എത്ര ആളെ പറ്റിയാ ശരിയാ? യഹ്സബു അന്ന മാലു അഖ്ലദ, യഹ്സബു അന്ന മാലു അഖ്ലദ, യഹ്സബു അന്ന മാലു അഖ്ലദ. ശരിക്ക് ശരിയായൊരു വാക്കാ. പലരെ പറ്റി മോദിയാൽ അവരായി ഇരുത്തും മാറ്റും പെരുമാറ്റമൊക്കെ കൂടി കണ്ടാൽ ഇവന്റെ പണം കൊണ്ട് ഇവൻ കാലാകാലം ഇവിടെ ജീവിച്ചു കളയാമെന്ന് കരുതിയിരിക്കുന്നു തോന്നുന്നു. ഖുർആന് പറയാനുള്ളത്, സാമ്പത്തിക ശേഷി കൂടുമ്പോഴുന്ന നേരത്ത് മനുഷ്യ ഈ ജാതി തോന്നാസത്തിന് നടക്കല്ലേ, അന്യരെ അപമാനിക്കാനും കുറ്റപ്പെടുത്താനും നടക്കല്ലേ, എല്ലാത്തിടത്ത് ഏതായാലും ചെയ്യുന്ന നടക്കൂല. ആ ജാതിക്കാരനോടൊക്കെ എന്താ പറയാനുള്ളത്? വല്ല പറഞ്ഞിട്ട് കാര്യമില്ല.
അവനോട് പറയാനുള്ള വാചകം അള്ളാഹ് പറഞ്ഞ അങ്ങനെ വേണ്ട. ലയുംബതന്ന അവൻ എറിയപ്പെടും, യുംബതു എറിയപ്പെടും, ഫിൽ ഹുതമ ഹുതമയിൽ എറിയപ്പെടും. ഖുർആൻ ചില നേരത്തൊക്കെ അങ്ങനെയൊക്കെ പ്രയോഗിക്കാറ്. വേണ്ടടാ നിർത്തിക്കാളെ, ഹുതമയിൽ എറിയപ്പെടും. ആർക്കെങ്കിലും മനസ്സിലായോ ഹുതമ എന്താ? ഇല്ല. അങ്ങനെ പ്രയോഗം അറബി ഭാഷയിൽ എന്തിനാന്നുള്ളതിന് അർത്ഥം അങ്ങനെ ഈ അർത്ഥത്തിന് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ചോദിക്കുന്നു, ഒമാ അതറാക്കാൻ നിനക്ക് മനസ്സിലായോ മൽ ഹുതമ, ഹുതമ എന്താന്ന് മനസ്സിലായോ? ഹുത്തമയിലാണ് ഈ ജാതിക്കാരെ പിടിച്ചെറിയാന്ന് പറഞ്ഞല്ലോ പഠിച്ചോ. ഹുതമ എന്താ? ഹുതമ ഏതാറണ്ട നാറുല്ലാ, അള്ളാഹുവിന്റെ തീയാണത്, നരകമാണത്. അൽ മൂക്കത കത്തിയെരിയുന്ന. അപ്പൊ കത്തിയെരിയുന്ന തീ നരകം, നരകത്തിനാണ് അള്ളാഹു ഇവിടെ ഹുതമാന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നേർക്ക് നേരെ നരകത്തിൽ എറിയുന്ന പറയുന്നതിനേക്കാളും ഗൗരവല്ലേ, ഞാൻ അവനെ പിടിച്ച് ഹുത്തമേലെറിയും. ഹുത്തമേലോ ആടാ, ഹുത്തമ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, നല്ല നരകേ എന്ന് പറയുമ്പോ ഒരു ഗൗരവം കൂടി. അതാണ് നാറുല്ലാഹിൽ മൂക്കത, കത്തിയെരിയുന്ന നരകത്തിൽ വലിച്ചെറിയുന്നു. ഈ മനുഷ്യൻ, അപമാനിതനായ മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ലപ്പോഴാ നമ്മളെ അപമാനിച്ചവരൊക്കെ നരകത്തിൽ കിടക്കുന്ന കാണുമ്പോ തന്നെ ഇപ്പൊ തന്നെ നിങ്ങളവിടെ കിടക്കി കുറെ കാലം ദുന്യാവിൽ ഞാൻ അനുഭവിച്ചതാ അല്ലെ. ഖുർആൻ അത് വേറെ സ്ഥലത്തും പറഞ്ഞാണ്, വിശ്വാസികളായ ആളുകൾ കടന്നു പോകുമ്പോ ഇവരാണിപ്പോ നാട്ടിൽ പ്രധാനപ്പെട്ട ആളുകൾ. അള്ളാഹു വഹി മലക്കയറ്റ് വഹി അറിയിക്കാൻ വേണ്ടിട്ട് ഈ യതീമായ ഇവനെ കണ്ടുള്ളൂ നബിയാക്കാൻ ഞങ്ങൾ ആരുമില്ലായിരുന്നു അവിടെ. അതൊക്കെയല്ലേ അവരുടെ സംസാര ശൈലി. എന്നിട്ടിപ്പോ സന്മാർഗം, അള്ളാഹു നിശ്ചയിച്ച സന്മാർഗം മനസ്സിലായത് ബിലാലിനും സുഹൈബ് മാർഗം മനസ്സിലായത് ബിലാലിനും സുഹൈബിനൊക്കെയാണ് പോലും. കാര്യപ്പെട്ട ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞ് കുലുങ്ങിച്ച് ഇറുക്കിയല്ലേ പോലൊക്കെ ചെയ്തിരുന്നത്. ആ വേദനയില്ലേ, അവസാനം അവരെത്രത്തോളം പറഞ്ഞ് നോക്ക് മുഹമ്മദ് എന്റെ കൂടെ ഞങ്ങൾ പിന്നാലെ കൂടാ യോഗമില്ല, പക്ഷെ ഒരു കാര്യം വേണോ, ഈ ജാതി ബിലാല് സുഹൈബ് അബ്ദുല്ലാഹി നസു തുടങ്ങിയ ആൾക്കാരല്ലേ, ഇവരെ കൂടെ ഒന്നും കൂടാ, അതുപോലെക്കാണ് മാറ്റി നിർത്തുന്ന, ഞങ്ങൾ കൂടിക്കോളാന്ന് പറഞ്ഞല്ലോ. അതുവരെ പറഞ്ഞില്ലേ. ഖുർആൻ ആയത്തിറക്കി ലാത്തതിരില്ലെന്നാ പറഞ്ഞുകൊണ്ട് മാറ്റാൻ പറ്റില്ല നബിയെ. അങ്ങനെ വിചാരിക്കും വേണ്ട, ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും, എന്റെ കൂടെ കൂടിയാൽ മതി എന്നാ അവരത്ര വരെ പറഞ്ഞു. നോക്കൂ, നിങ്ങളാന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും ഇയാളും കൂടി ഇദ്ദേഹം കൂടി തമ്മിൽ കൂട്ടുകാരാന്ന് നിൽക്കുക. ഞങ്ങൾ തമ്മിൽ കൂട്ടുകാരായി ഇങ്ങനെ നടക്കുമ്പോ വേറൊരു കാര്യപ്പെട്ട കൂട്ടുകാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറയാ, എനിക്ക് നിങ്ങളെ കൂട്ടുകാരാണെന്ന്, പക്ഷെ അയാളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം അറിഞ്ഞാലുള്ള വിഷമത്രത്തോളം ആ സ്വരലുണ്ടായത്. അപ്പൊ അതിനുള്ള ശിക്ഷ എന്തേ ഉള്ളൂ, നരകത്തിലുണ്ടാവുക. പിന്നെ നരകത്തെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ ഒന്നുകൂടി വിശദീകരിച്ചു. അല്ലത്തി, ആ തീ തെത്തലിയോ, ഇത്തല എന്നൊക്കെ പറഞ്ഞാല് ഒരു മതിലിന്റെ മുകളിലോ സ്ഥലത്തൊക്കെ പാളി നോക്കി എത്തി നോക്കണേനാണ് ഇത്തല എന്ന് പറയുന്നത്. ഇത്തല തെത്തലിയോ, അങ്ങനെ ഏന്തി നോക്കും പാളി നോക്കുക, അതിനാണ് തെത്തലിയോ. തീ പാളി നോക്കുന്നു, എത്തി നോക്കുന്നു. എവിടെ? അല്ലൽ അഫ്ഇദ, ഫുആദിന്റെ ബഹുവചനാണ് അഫ്ഇദ. ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയാണ്. ഹൃദയങ്ങളിൽ എത്തി നോക്കുന്നു. നിങ്ങൾ ഈ തീ പാളിന് കണ്ടില്ലേ, തീ ഇങ്ങനെ പാളി കത്തുന്നത്, ആ കത്തലിങ്ങനെ നോക്കി നോക്കിയാൽ ഇങ്ങനെ ഒരു യന്ത്രമായി തോന്നില്ലേ എനിക്ക്? ഇങ്ങനെ വിറകിങ്ങനെ കത്തിപ്പിടിച്ചിട്ട് തീനാളങ്ങൾ ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന ആ രംഗം കണ്ടാല് ഒരു ഇളക്കണ്ടല്ലോ മേലോട്ട്. ഇങ്ങനെ ഏതാണ്ട് മനുഷ്യന്മാരിങ്ങനെ എവിടേക്കെങ്കിലും പാളി നോക്കണ മാതിരിയാണല്ലോ ആ തീജ്വാല ഇങ്ങനെ എത്തിപ്പിടിക്കുന്നത്. നിങ്ങളിങ്ങനെ നരകത്തിൽ കിടന്നിട്ട് ആ തീജ്വാലല്ലേ അതിങ്ങനെ ജീവനോടെ ഇങ്ങനെ കിടന്നിട്ട് ആ തീജ്വാലകൾ ഇങ്ങനെ ഹൃദയത്തിന്റെ നേരം ഇങ്ങനെ ഒന്നിങ്ങനെ ചാടി ഇങ്ങനെ എത്തി നോക്കി പാളി കളിച്ചുകൊണ്ടിരിക്കും. തത്തിലില്ലാത്തിതാ നിങ്ങളെ ഹൃദയത്തിലേക്ക് ആ തീനാളങ്ങൾ ഇങ്ങനെ എത്തി നോക്കും ഈ ജാതി ആൾക്കാരുടെ. കാരണം ഇവനെ അറിയണല്ലോ എന്തിനാണ് അനുഭവിക്കണത്. അവർ അറിഞ്ഞുകൊണ്ട് നരകത്തിലുണ്ടാകുന്ന ശിക്ഷയെപ്പറ്റി പറഞ്ഞതാ. എല്ലാം കൂടി ഇങ്ങനെ ഇതാക്കില്ല. അതില് തീജ്വാലകൾ ഇങ്ങനെ ഹൃദയത്തിലേക്ക് എത്തി നോക്കും. പോരാ, ഇന്നഹ, ആ തീ അലൈഹിം, അവർക്ക് മേലെ. അപ്പൊ എത്തി നോക്കുക എന്ന് പറഞ്ഞാല് അവരെ ഹൃദയങ്ങളടക്കം കരിഞ്ഞു പോവും, കരിയേണ്ടി വരും. ഇന്നഹ, ആ തീ അലൈഹിം, അവർക്ക് മേലെ മുഅസ്സദ, അടച്ചു പൂട്ടപ്പെട്ടതാണ്. തീ മുഅസ്സദത്ത്, അടച്ചു പൂട്ടിയത്. അതിനടുത്ത ആയത്ത് കൂടി വായിക്കണം. എവിടെ അടച്ചുപൂട്ടിയത്? ഫി അമദിൻ, തൂണുകളിൽ. തൂണാണ് അമദ്, ഇമാദിന്റെ ബഹുവചനാണ് അമദ്, തൂണുകൾ. മുമദ്ദദ, നീട്ടി നിർത്തിയാണ്. നരകത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞു തന്നത് ഒന്നായിട്ടൊരു കുഴി, എന്നിട്ട് അതിൽ കുറെ വിറക്, അതിൽ കുറെ മനുഷ്യന്മാര്, ആ അർത്ഥത്തിലല്ല. പല ജാതി സ്വഭാവത്തിലും പല രൂപത്തിലുമാണ് നരകത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇവിടെ പറയുന്നൊരു ശിക്ഷ എന്താണെന്നറിയോ? വലിയ സിലിണ്ടറുകൾ, വൃത്താകൃതിയിലുള്ള വലിയ തൂണുകൾ മാതിരിയുള്ള സിലിണ്ടറുകൾ മാതിരിയുള്ള ആകൃതിയിൽ വൃത്തത്തിലുള്ള കുറെ പിന്നെ ഉണ്ടാക്കുക ഉണ്ട്. എന്നിട്ട് അത് നിറച്ച് തീ ഇങ്ങനെ ആളിക്കത്തതിന്റെ ഉള്ളില്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനിടുക, എന്നിട്ട് അതിന്റെ മോളടക്കം ചെയ്യുക, അവിടെ കെടുക്കുന്ന് പറയാ. ആ രംഗം ആലോചിച്ച് നോക്കി നിങ്ങള്. അതാണ് നരകത്തിന്റെ രംഗം. ഇവിടെ പറയുന്ന രംഗം അതാണ്. നാട്ടി നിർത്തിയ തൂണുകൾ, വലിയ വലിയ തൂണുകളില് സാധാരണ പുറത്ത് കിടന്ന് വെന്താലും ഒന്ന് തിരിമറിയും ചെയ്യാം.
ഇതിന്റെ ഉള്ളിൽ ചൂട് കൂടും. പൊതുവെ അങ്ങനെയാണല്ലോ. ഈ ജാതിന്റെ ഉള്ളിൽ കിടന്നാൽ സിലിണ്ടറിന്റെ ഉള്ളിൽ കിടന്നതിനാൽ ചൂട് കൂടുക ചെയ്യാം. അതിനുള്ളിൽ ഇങ്ങനെ കത്തിയേരി അതിനുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ഇങ്ങനെ കറങ്ങാൻ ഇതിന്റെ ഉള്ളില്. അപ്പൊ നാട്ടി നിർത്തിയ വലിയ വലിയ സിലിണ്ടറുകളിൽ നിറയെ തീയിട്ടിട്ട് ആ തീയിന്റെ ഉള്ളിൽ ഇവനിട്ടിട്ട് അടച്ചു പൂട്ടിയിട്ട് അങ്ങനെയാണ് ഇവിടെ ശിക്ഷിക്കുക. ആ ആയത്തിന്റെ ഗൗരവം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഖുർആൻ സ്വഭാവപരമായ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് പലപ്പോഴും ഈ അർത്ഥത്തിലുള്ള ഗൗരവതരമായ താക്കീതുകളെ പറ്റി പറയാറ്. നിസ്സാരായിട്ടുള്ള ഖുർആനെ കണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പോ ഫി അമദി മുമത്തത എന്നോട് ഉദ്ദേശിക്കുന്നതാണ് നാട്ടി നിർത്തിയ തൂണുകളിൽ. എന്തേ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാനത് ആദ്യം പറഞ്ഞത് സ്വഭാവപരമായ പൊതുവെ കാണപ്പെടാറുള്ള ഒരു ദൂഷ്യത്തെപ്പറ്റി എന്ന് പറഞ്ഞെന്നറിയോ. ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ചുറ്റുപാടും ഒത്തിണങ്ങിയതിനു ശേഷമല്ല. ഇതൊന്നും പറയാൻ പറ്റാത്ത ആരെപ്പറ്റി പറഞ്ഞ ഈ ആയത്തിറങ്ങണ നേരത്ത് ഖുറൈശി പ്രമുഖന്മാരെ നേരെ നോക്കിയിട്ടാ പറഞ്ഞു. പിന്നെ പൈസ ഉണ്ടാക്കി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അതിങ്ങനെ ഇടക്കും തലക്കൊക്കെ എണ്ണി നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവരെ കുത്തുവാക്ക് പറയും അപമാനിക്കുകയൊക്കെ ചെയ്യാൻ നിങ്ങളില്ലേ. പല ഇരുത്തും മാട്ടമൊക്കെ കണ്ടാ തോന്നും കാലാകാല പൈസീരുകളൊക്കെ കഴിയും. ഇല്ലടാ കുത്തമേലെറിയങ്ങളൊക്കെ. കുത്തം എന്താന്ന് മനസ്സിലായല്ലേ? തീയാണടാ അത്. തീ കത്തിയെരിയുന്ന തീ. അത് നിങ്ങളെ ഹൃദയത്തിൽ പാളി നോക്കാ തീ. എവിടെ നിങ്ങൾ കെടുക്കാന്നറിയോ? നാട്ടി നിർത്തിയ തൂണിന്റെ ഉള്ളിൽ തീയിട്ടിട്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് അറിയിക്കൂടാ നിങ്ങള്. ഗൗരവതരമായ താക്കീതാണ് ഖുർആൻ ആ അർത്ഥത്തിൽ അവർക്ക് നൽകിയത്. ആ സന്ദർഭത്തിൽ ആ താക്കീത് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഇതൊന്നും പറ്റൂല എന്നാ പറഞ്ഞത്. എന്നാ അവിടെ ചടങ്ങറാണല്ലോ അവര് ചിന്തിച്ചത്. ഖുർആൻ ഈ പറഞ്ഞോട് തെറ്റിദ്ധരിക്കരുത്. ഈ ആയത്തുകള് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് സാമ്പത്തികമായ കഴിവ് നേടുന്നതും സാമ്പത്തികമായ കഴിവുണ്ടാകുന്നതുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എന്ന അർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള കുറെ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് ഈ ആയത്തുകളൊക്കെ. ദുന്യ ജീഫത്താണ്, താലിബുഹ കെൽബാണെന്നതും കൂടി പറഞ്ഞിട്ട്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശവമാണ്, അത് തേടാൻ പോകുന്നവൻ പട്ടിയാണ് എന്നെല്ലാം കൂടി പറഞ്ഞിട്ട് ആ അർത്ഥത്തിനല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ ആകെ ആ വിഷയത്തിനെ പറ്റി പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ആശയം എന്താ അറിയോ? ഈ സാമ്പത്തിക രംഗത്ത് സമ്പന്നനാകുന്നതിനോട് ഖുർആൻ ഒരു വിരോധമില്ല. എത്രയും സമ്പന്നനായിക്കൊള്ളുന്ന ഒരു വിരോധം ഖുർആൻ പറയുന്നത്. പക്ഷെ സമ്പത്ത് വരുന്ന നേരത്ത് കുറെ ദൂഷ്യങ്ങളും കൂടി മനുഷ്യനെ കൂടെ പിന്നാലെ വരും. ആ ദൂഷ്യങ്ങളൊക്കെ അവിടെ വെച്ചാളിന്നേ ഖുർആൻ പറയാനുള്ളൂ. ഇവിടെ നോക്കിങ്ങൾ, ഇവിടെ സമ്പത്ത് നേടുന്നതിനെ ഖുർആൻ വിരോധിച്ചില്ല. ഇവിടെ സമ്പന്നനാകുമ്പോൾ സമ്പത്ത് കുഞ്ഞാലെ വരുമ്പോഴുണ്ടാകുന്ന കുറെ ദുഷിച്ച സ്വഭാവങ്ങളും മനുഷ്യന്മാർക്ക് സാധാരണ ഉണ്ടാവും. മുമ്പ് കഴിഞ്ഞതൊക്കെ മറന്ന സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം പിന്നാലെ വരും. അത് ഒഴിവാക്കണമെന്നേ ഖുർആൻ പറഞ്ഞുള്ളൂ. അല്ലാതെ സമ്പത്ത് നമ്മൾ ആൾക്കാരൊക്കെ ചിലപ്പോൾ വയത് പറയുന്നതും ചില ലേഖനങ്ങളൊക്കെ വായിക്കുകയും ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുകയൊക്കെ ചെയ്താൽ ഈ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട് കണ്ടില്ലേ പണം സ്വരൂപിക്കുകയും അത് എണ്ണി നോക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് നാശം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് കൂട്ടി വായിക്കുന്നത് കാണാം. ഖുർആൻ അങ്ങനെ പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞത് ഇങ്ങനൊക്കെ ഒരുക്കി കൂട്ടി വെച്ചിട്ട് അതിന്റെ ഹുങ്കൊണ്ട് മറ്റുള്ളവന്റെ നേരെ കയറക്കാൻ നോക്കുന്നവർക്ക് നാശം ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് തന്നെയാണ്. ആ അർത്ഥത്തിലേക്ക് പോകേണ്ടതില്ല. അവസാനം എന്ത് തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ മാനസികമായി വിഷമിപ്പിക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കുത്തുവാക്കുകൾ പറയരുത്, ആരോടും പറയാതിരിക്കുക. അങ്ങനെ വല്ലാതെ ആരെങ്കിലും ഇട്ട് അങ്ങനെ ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ അയാൾ പശ്ചാത്തപിക്കുക, പൊരുത്തപ്പെടിക്കുക എന്നാണ് അതിനുള്ള പരിഹാരം. നമ്മൾ പടച്ചവനോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മാന്യനായ മനുഷ്യനെ നമ്മൾ നാലാളത്തിൽ അപമാനിച്ചിട്ട് നടക്കണവരാ നമ്മളൊക്കെ നിൽക്കുക. നമ്മളെ മാതാപിതാക്കളോട് ഈരാഴ്ച വാക്കുകൾ ഉപയോഗിച്ചവരാണ് നമ്മൾ നിൽക്കുക. നമ്മളെ ഭാര്യമാരോട് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചവരാണ് നിൽക്കുക. അതിനുള്ള പശ്ചാത്താപം പടച്ചവനോട് പറയൽ മാത്രമല്ല, അവരോട് പശ്ചാത്തപിക്കലാ. പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാക്കാണ് ഞാൻ ഈ പറഞ്ഞ ഭാര്യമാരോട് എന്നുള്ളത്. ഭാര്യയോടൊക്കെ ചെയ്ത തെറ്റ് ഏറ്റു പറയാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആണാ? അതാ പലപ്പോഴും നമ്മൾ ചിന്ത. അവരോട് നമ്മൾ ചെയ്ത തെറ്റിച്ച് നമ്മൾ അവരോടല്ല പിന്നെ ആരോടാ മാപ്പ് പറയേണ്ടത്? അവരോട് തന്നെ മാപ്പ് പറയേണ്ടത്. പല വാക്കുകളും പലതും പറഞ്ഞ് കുത്തുവാക്കുകളും പരിഹാസം പറഞ്ഞൊക്കെ മാനം കെട്ടിണ്ടാവും. ഉമ്മാരും ബാപ്പായി ആരെയൊക്കെയോ അത് ഓർമ്മയിലുള്ളവ അത്രയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ബന്ധപ്പെട്ടവയുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അവരോട് മാപ്പിരക്കല. മാതാപിതാക്കളോടൊക്കെ ചെയ്ത ആൾക്കാരെ ഏതായിരുന്നാലും ശരി, ഒരു മരിച്ചുകൊണ്ടതിന് മുമ്പ് അത് എന്തായിരുന്നാലും ചെയ്യണം. മരിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം അള്ളാഹു പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ മാതാപിതാക്കൾ അവസാനം കേസ് പറയില്ലേ. അപ്പോ ആരോട് ചെയ്യാതിരിക്കുക, അവസാനിപ്പിക്കുകയാണ്. വയലിൻ നാശമാണ് ലി കുല്ലി ഹിമസത്തിന് ലുമസ. കുത്തുവാക്കുകൾ പറയുകയും മറ്റുള്ളവരെ കുറവാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നാശം. അല്ലതീ ജമാ, അവൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, മാലൻ ധനം, വാദ്യതവും അത് എണ്ണി നോക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ കൂട്ടി പറഞ്ഞാൽ ധനം സ്വരൂപിക്കുകയും അതെണ്ണി നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ കുത്തുവാക്കുകൾ പറയുകയും മറ്റുള്ളവരെ
കുറവാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമാണ് സംഭവിക്കാനുള്ളത് ഇഹത്തിലും പരത്തിലും. കല്ല യഹ്സബു അന്ന മാലഹു അഖലദ, അവൻ കരുതുന്നത് അവന്റെ ധനം അവനെവിടെ ശാശ്വതമാക്കിയിരിക്കുന്നു. കല്ല, വേണ്ട. ലയുംബദന്ന ഫിൽ ഹുതമ, അവൻ ഹുതമയിൽ എറിയപ്പെടും. ഹുതമ എന്താണെന്ന് മനസ്സിലായോ? അത് കത്തിയെരിയുന്ന തീയാവുന്നു, അള്ളാഹുവിന് തീയാവുന്നു. അത് ഹൃദയങ്ങളിൽ പാഴി നോക്കും, എത്തി നോക്കും. എന്നിട്ട് അത് ഈ നീട്ടി നിർത്തിയ തൂണുകളിൽ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലാണ് അത് ഉണ്ടാവുകയും ചെയ്യുക. അവസാനിപ്പിക്കേണ്ട ഒരു വാക്കുകൂടി പറയട്ടെ. ഖുർആന്റെ അള്ളാഹുവിന്റെ വചനങ്ങളിലെ രസകരമായ ശൈലി, ഭാഷാ ശൈലിയുടെ രസകരമായ 1-2 ഉദാഹരണങ്ങളാണ്. അതായത് പുതുമ നഷ്ടപ്പെടാത്ത ഖുർആന്റെ കുറെ പ്രയോഗങ്ങളുണ്ട്. നമ്മൾ ഖുർആൻ മനസ്സിലാക്കുകയാണല്ലോ. പുതുമ നഷ്ടപ്പെടാത്ത അതിൽപ്പെട്ട ആയ ശൈലിയാണിത്. യഹ്സബു അന്ന മാലഹു അഖലദ എന്ന് പറഞ്ഞ വാചകം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. യഹ്സബു, അവൻ വിചാരിക്കുന്നത് അവന്റെ പണം അവനെ ഇവിടെ കാലാകാലം നിർത്തിയാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ജീവിതത്തിൽ ഇത് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. എന്റെ പൈസയും എന്റെ കാര്യം ഒക്കെ കണ്ടാ തോന്നി ഇവിടെ കാലാകാലം കഴിയില്ലേ. ആ വാചകം എവിടെ പുതുമല്ലാത്തത്? എന്നാ പുതുമല്ലാത്തത്? എപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിൽ തന്നെ കാണുന്നു. ചില ആൾക്കാരെ മുന്നിൽ ഇപ്പൊ തന്നെ ഓകണം തോന്നുന്ന സ്വഭാവത്തിൽ ഇല്ലേ? എവിടെ ഉണ്ടാവും എന്റെ കാലും മട്ടൊക്കെ കണ്ടാൽ അവൻ പൈസ ഇവിടെ കാലയഹ്സബു, അവൻ വിചാരിക്കുന്നത് അന്ന മാലഹു, അവന്റെ ധനം അഖിലദഹു, അവനെ ശാശ്വതമാക്കിയിരിക്കുന്നു എന്നാണ് അവന്റെ വിചാരം. തെത്തലി വലിയ ലഫിത എന്നുള്ള പ്രയോഗം ശ്രദ്ധിച്ചത് നിങ്ങൾ? തീയിന്റെ ആ നാളത്തിന്റെ ഇളക്കമില്ലേ, ആ മേലോട്ട് ഇങ്ങനെ കത്തിപ്പടരുമുണ്ടാകുന്നത്, അതാ തീ. അവനല്ല, ആ തീ അവന്റെ ഹൃദയങ്ങൾ ഇങ്ങനെ പാളി നോക്കും. പല ആൾക്കാരും ഒന്ന് എത്തി നോക്കുന്ന കോലത്തിൽ ആ ഖുർആന്റെ വർത്താനം കേട്ടാ തോന്നുക. പക്ഷെ തീയാണ് എത്തി നോക്കുന്നത്. ഏതുപോലെ പല മനുഷ്യന്മാരും വല്ലയിടത്തും ഏന്തി നോക്കണമായിരുന്നു നരകത്തിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോ തീനാളെങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കത്തി അമർന്നിട്ട് കൂട്ടത്തിൽ ചില പാളികൾ എന്ത് ചെയ്യുന്നു, എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തോണ്ടി തോണ്ടി നോക്കുന്നു കാണാം. അത് ഒന്നായിട്ട് കത്തുകയാണെങ്കിൽ വിഷമല്ല, ഇങ്ങനെ ഈ തോണ്ടി അവസാനിപ്പിക്കുമ്പോൾ ഏറെ ഇടങ്ങേറുണ്ടായാല് അത് അനുഭവിക്കേണ്ടി വരികയും. എന്നാ പിന്നെ ആരോടെയും വിളിച്ചു പറയാൻ പറ്റുമോ? തൂണിന്റെ ഉള്ളിലാണ് താനും, നീട്ടി നിർത്തിയ തൂണിന്റെ ഉള്ളിൽ ഈയും ആ ഹാലിയിട്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു. അള്ളാഹു ആക്കട്ടെ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ആ തീരുമാനത്തിൽ നിൽക്കാം. ഏത് തീരുമാനത്തിൽ? മറ്റുള്ളവരോട് ചെയ്തു പോയത് പശ്ചാത്തപിപ്പിക്കുക, അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക, കൂടുതൽ കഴിഞ്ഞത് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞ ആ വാചകത്തിൽ ഉണർത്തട്ടെ. കേവലം കൂട്ടുകാരിൽ മാത്രം പരിമിതമായ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാതെ വ്യാപകമാണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. അള്ളാഹു ആ നിയന്ത്രണത്തിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വന്നുപോയ സ്വഭാവ ദൂഷ്യങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുകയും രക്ഷ നൽകുകയും ചെയ്യുമാറാവട്ടെ.